صلاتك وبركاتك عليه إلى أبد الآبدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതുമെല്ലാം അല്ലാഹു തആല സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും മറ്റുള്ള രോഗികൾക്ക് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. പ്രസവം എടുത്തിരിക്കുന്ന സഹോദരിമാർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കണ്ണുകൂടുതലുള്ള മക്കളെ റബ്ബ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. കുടുംബപരവും മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എത്രയും പെട്ടെന്ന് നീക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹ്. സൂറത്തുർ റഹ്മാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിലാണ് നമ്മൾ ചർച്ച കഴിഞ്ഞത്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്, അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ മുഴുവനും. അല്ലാഹുവിന്റെ മലക്കുകൾ യസ്അലുഹുൽ മഗ്ഫിറ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് ചോദിക്കുന്നുണ്ട്. വറിസ്ഖ ലിഅഹ്ലിൽ അർള്, ഭൂമിയിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമേ, റിസ്ക് കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൽ അർളി, ഭൂമിയിലുള്ളവരും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അർറിസ്ഖ വൽ മഗ്ഫിറ, ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നും ഞങ്ങൾക്ക് റിസ്കിനെ തരണമേ എന്നും മനുഷ്യരും ജീവജാലങ്ങളും ഭൂമിയിലുള്ളവരെല്ലാം അല്ലാഹുവിനോട് റിസ്ക് ചോദിക്കും. പടച്ച തമ്പുരാൻ റിസ്ക് തന്നില്ലെങ്കിൽ ഒരാൾക്കും അത് കിട്ടൂല. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് അല്ലാഹു എന്നെന്നും ശേഷിക്കുന്നവനാണ് അല്ലെ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ ബഖാഇന് ഒരു ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ റബ്ബിനോട് ഭക്ഷണം ചോദിക്കുന്നവരാ. നമ്മുടെ നിലനിൽപ്പിന് റിസ്ക് വേണം, അല്ലാഹുവിന്റെ നിലനിൽപ്പിന് അത് വേണ്ട. പിന്നെ പറഞ്ഞു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അതിനെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ചർച്ച നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പുതുതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എല്ലാ ആനിലും എല്ലാ സെക്കൻഡിലും, ആൻ എന്നത് അറബി പ്രയോഗമാണ്, ഫീ കുല്ലി ആനിൻ വലഹ്ള, എല്ലാ സെക്കൻഡിലും അല്ലാഹു തആല ഓരോരോ അമലുകൾ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തെറ്റിദ്ധാരണ ജനകമായിട്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് അല്ലാഹു തആല ചില കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്, അത് പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങനെ വെച്ചു, സൂര്യൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ആ പ്രോഗ്രാമിംഗ് ആണ്. ആ സോഫ്റ്റ്വെയർ കേടിരുമ്പോൾ എന്ത് ചെയ്താൽ റിപ്പയർ ചെയ്താൽ മതി, അതങ്ങനെ പോവാണ്. അങ്ങനെ അല്ല. നമ്മൾക്കൊരു കൈ ഉയർത്തണമെങ്കിൽ
കണ്ണു ചിമ്മയണമെങ്കിൽ, നമ്മുടെ വിരലുകൾ അനക്കുന്നത്, നാവ് അനക്കുന്നത്, ഇതുപോലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് അതുമായി ബന്ധിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മുമായി ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നല്ലാതെ നമ്മളങ്ങോട്ട് വിട്ടു പിന്നെ മനുഷ്യന് കൈയും കാലൊക്കെ അടിക്കാൻ പറ്റും, ആ കോലത്തിൽ പടച്ചു, പിന്നെ അവൻ സ്വന്തമായിട്ട് അങ്ങ് കൈയും കാലും ഇട്ട് നടക്കുന്നു, എഴുന്നേൽക്കുന്നു, കിടക്കുന്നു, അവൻ സ്വന്തം, അങ്ങനെയല്ല. ഓരോ ഇരുത്തവും അനക്കവും പോലും ഓരോരോ സെക്കൻഡിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മളുമായി ബന്ധിക്കുമ്പോഴാണ് ആ സംഗതി നടക്കുന്നത്. എന്നല്ലാതെ അതങ്ങ് പ്രോഗ്രാം ചെയ്ത് വിട്ടതല്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ അഖീദയുടെ കിതാബുകളൊക്കെ പറയുന്ന വിഷയമാണത്. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, ഓരോ സെക്കൻഡിലും അള്ളാഹു ഖൽഖ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു. فبأي آلاء ربكما تكذبان, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങൾ ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ നിഅമത്തിനെയാണ് നിഷേധിക്കുന്നത് എന്ന് മലയാളത്തിൽ പറയില്ല എന്നാണ് അല്ലെ. ഞാനൊരു കല്ലിനെ കണ്ടു എന്ന് പറയില്ലല്ലോ, ഞാനൊരു കല്ല് കണ്ടു എന്നേ പറയുള്ളൂ. മലയാള ഭാഷയിലെ നമ്മൾ ഉസ്താദന്മാർക്കാണ് അത് പ്രത്യേകിച്ച് തിരുത്താനുള്ളത്. ഞാൻ എന്റെ പ്രസംഗത്തെ നിർത്തുന്നു, പ്രസംഗം നിർത്തുന്നു പറഞ്ഞാൽ മതി. പ്രസംഗത്തെ, അതിനെ, ജീവല്ലാത്ത സാധനങ്ങളെ പറ്റി മഫൂലിന്റെ അടയാളം കൊടുക്കണ്ടെന്നാ. ഞാനൊരു സ്വപ്നത്തെ കണ്ടു എന്ന് പറയണ്ട, സ്വപ്നം കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. ഇതൊരു മനുഷ്യനെ കണ്ടു എന്ന് പറയാം, ഒരു പൂച്ചയെ കണ്ടു. ജീവനുള്ളതിനെ കാണുമ്പോൾ, ജീവനില്ലാത്ത സാധനങ്ങളാകുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ പറയേണ്ടിരുന്ന. മലയാളം നമ്മൾ ശരിക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചില പിഴവുകൾ സാധാരണ കാണാറുണ്ട്. അങ്ങനെ ദുആഇനെ ചുരുക്കുകയാണ്, സംസാരത്തെ ചുരുക്കുകയാണ്, അങ്ങനെ പറയില്ല. സംസാരം ചുരുക്കാണ്, ദുആ നിർത്തുകയാണ്, അങ്ങനെ മതി. ജീവല്ലാത്ത സാധനങ്ങളെ സംബന്ധിച്ച് അതിനെ എന്ന് പറയില്ല എന്ന്. അപ്പോ അല്ലാഹുവിന്റെ നിഅമത്ത്, ഏത് നിഅമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അല്ലാഹുവിന്റെ ഏത് നിഅമത്താണ് ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾ നിഷേധിക്കുന്നത്? അല്ലാഹുവിന് പറയാൻ പോകുന്ന വിഷയം ഭയങ്കരമാണ്. സനഫ്റുഗു ലക്കും അയ്യുഹ ثഖലാൻ, സനഫ്റുഗു ലക്കും അയ്യുഹ അസ്സഖലാൻ, രണ്ട് സമൂഹമേ, മനുഷ്യരെ ജിന്നുകളെ, സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വിചാരണ ചെയ്യാൻ ഞാനങ്ങ് ഒരുങ്ങി വരുന്നുണ്ട്. അതാണ് ആ വാക്കിനർത്ഥം. സനഫ്റുഗു ലക്കും. അറബിയിലെ ആ ഒരു വാക്കിന്റെ ഒരു ഗൗരവം സുബ്ഹാനല്ലാഹ്, വേറൊരു വാക്ക് വെച്ചാൽ അത് കിട്ടൂല. സനഫ്റുഗു, ഫാരിഗ് എന്ന് പറഞ്ഞ ഒഴിവാവുക എന്നാണ്. എല്ലാ ശുഗലും, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അള്ളാഹുവിന് ഓരോ ശുഗലുണ്ട്, ഓരോ സെക്കൻഡിലും അള്ളാഹു ഓരോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള പറയാണ് സനഫ്റുഗു, ഈ എല്ലാ ശഅനും മാറ്റിവെച്ച് നിങ്ങളുടെ ഹിസാബ് എന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ, അവിടെ വെച്ചിട്ട് കാണാം എന്ന് പറയുന്ന പോലെ. സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യുഹ ثഖലാൻ, മനുഷ്യരെ ജിന്നുകളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിട്ട് നിങ്ങൾ അങ്ങോട്ട് ജീവിച്ച് തീർത്ത് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു കരുതല്ലേ. നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ച് ഞാൻ വരുന്നുണ്ട് നാളെ. സനഫ്റുഗു ലക്കും, അന്ന് എനിക്ക് വേറെ ഒരു പണിയില്ല, നിങ്ങളുടെ ഹിസാബാണ് എന്റെ ജോലി. ആ വിചാരണയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അള്ളാഹു ആ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഭയങ്കരം പേടിപ്പിക്കുന്ന ഒരു ആയത്താണിത്. എന്നാൽ അള്ളാഹു ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഞാൻ നിങ്ങൾക്ക് വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾ നിഷേധിക്കുകയാണോ? എങ്ങനെയപ്പോ അനുഗ്രഹമായത്? നിങ്ങൾക്ക് ഈ ജീവിതത്തിന് പിറകെ ഒരു ചോദ്യം വരാനുണ്ട് എന്ന് ആദ്യമായി അറിയിച്ചു തരുന്നത് അത് അള്ളാഹു തരുന്നൊരു നിഅമത്താണ്. നമ്മളങ്ങനെ ജീവിച്ചു, നമുക്കറിഞ്ഞില്ല അള്ളാഹു ചോദിക്കാൻ പോലുണ്ട്. അപ്പൊ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, അങ്ങനെ ചെറുപ്പക്കാർ പറയാം. അവിടെ ചെന്നപ്പോഴറിയാ അള്ളാ, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിക്കുമായിരുന്നല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട, ഇവിടുന്ന് തന്നെ പറഞ്ഞുതരാം. എക്സാം വരുന്നുണ്ട്, ഒരുങ്ങിക്കോ മക്കളെ എന്ന് ടീച്ചർ പറയണ പോലെ. ക്ലാസ്സിലേക്ക് കിടന്നപ്പോഴാ സർപ്രൈസ് ടെസ്റ്റ്,
അങ്ങനെ സർപ്രൈസ് അസസ്മെന്റ് അല്ല അള്ളാഹു തആല ചെയ്യുന്നത്. കാലയെ കുട്ടി പറഞ്ഞുതരാം, എക്സാം വരുന്നുണ്ട്, ഒരുങ്ങിക്കോ, പഠിച്ചോ, റെഡിയായിരുന്നോ, നിന്റെ ഇങ്ങനെ പാസ്സാവാൻ പറ്റുള്ളൂ. ഇത് ആദ്യം പറഞ്ഞിരുന്നതൊരു നിഅമത്തല്ലേ? അത് പറഞ്ഞു തന്നിട്ടില്ല, കുട്ടികൾ റിവൈസ് ചെയ്തിട്ടില്ല, വായിച്ചു നോക്കിയിട്ടില്ല, ഒന്ന് റിവിഷൻ ചെയ്തിട്ടില്ല, അങ്ങനെ എക്സാം ഹാളിൽ എന്ത് ഉത്തരം എഴുതാൻ പറ്റും? അപ്പൊ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു തരുന്നത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഒരുങ്ങി ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അതും ഒരു അനുഗ്രഹമല്ലയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നേരത്തെ അറിയിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്, നിങ്ങളതിന് തയ്യാറായിട്ടുണ്ടോ? സനഫ്റുഗു ലക്കും അയ്യുഹ സഖല. ആ വാക്കൈ സനഫ്റു, ഫാരിഗ് എന്ന് പറഞ്ഞാൽ എന്താ? എംറ്റി എന്ന, എല്ലാം മാറ്റിവെച്ച് ഒഴിവായി. ഞാൻ ഇപ്പൊ ഫ്രീ ആണോ ചോദിച്ചാൽ എന്താ? അൻദി ഫറാർ, എനിക്ക് ഫ്രീ ആണ്. സ്കൂളിലൊക്കെ ഒരു പീരീഡ് ഫ്രീ ഉണ്ടെങ്കിൽ അൻദി ഫറാർ, എന്ത് എനിക്ക് ഒഴിവാ എന്ന് പറയാം. അൻദി ഫറാർ, വേറെ പണിയൊന്നുമില്ല. എന്റെ എല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യുഹ സഖലാൻ, ഓ മനുഷ്യരെ, ജിന്നുകളെ, ഓ രണ്ട് സമൂഹമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ രണ്ട് ആടുകൾ കുത്തുകൂടുന്ന കാഴ്ച കാണാൻ. രണ്ട് ആടുകൾ ഇങ്ങനെ, ആടുകൾ കുത്തുകൂടുന്നു. യാ അബൂദർ, അബൂദർറേ, അതദ്രി ഫീമ തൻതതുഹാൻ, എന്തിനാണ് ഇവരിങ്ങനെ കുത്തുകൂടുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അബൂദർ? എന്തേ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്നറിയോ? സ്വാഭാവികമാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കറിയൂല. ഈ ആടുകളുടെ വിഷയം എന്താ ഓൽക്കല്ലേ അറിയുള്ളൂ. എന്തിനെ കുത്തുകൂടുന്നു? കണ്ടല്ലേ ചില പൂച്ചകളൊക്കെ പിന്നാലെ ചേസ് ചെയ്തിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് അവരുടെയൊക്കെ ദേഷ്യമൊക്കെ. ജീവജാലങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഈർഷ്യതയും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ഓരോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. എന്തിനാണ് ഇവര് കുത്തുകൂടുന്നത് നിങ്ങൾക്കറിയോ അബൂദർറേ? ലാ യാ റസൂൽ, എനിക്കറിയില്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു ലാകിന്നല്ലാഹ യദ്രി, എന്തിനാണ് ഈ കുത്തുകൂടുന്നതെന്ന് അല്ലാഹുവിനറിയാം. വയഖ്ളി ബൈനഹുമാ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവർക്കിടയിൽ അല്ലാഹു വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇതോടെ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. പക്ഷെ ഈ കുത്തുകൂടിയതിന്റെ കാര്യകാരണങ്ങൾ റബ്ബിനറിയാം, നിനക്കറിയില്ലല്ലേ? ഇതിനൊക്കെ നാളെ വിചാരണയുണ്ടെന്ന്, ആ ജീവജാലങ്ങളുടെ വിഷയത്തിൽ വിചാരണയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലയഖ്തസിമന്ന കുല്ലു ശൈഇൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും അവനവന്റെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയും. പടച്ചവനെ, എനിക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട്, എനിക്ക് അവൻ ഇങ്ങനെ എന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ലയഖ്തസിമന്ന, അവരവരുടെ കേസുകൾ പറയും. ഖസ്മ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ. എന്തിനായിരുന്നോ രണ്ട് ആടുകൾ കുത്തുകൂടിയിരുന്നത്, അതുപോലും നാളെ അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. വിശദമായി വന്നിട്ടുള്ള ഹദീസുണ്ട്. അങ്ങനെ അല്ലാഹു തആല എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടും, എല്ലാറ്റിനെയും. കൊമ്പില്ലാത്തിരുന്ന ഒരാട് കൊമ്പുള്ള ഒരു ആടിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത ആടിന് നാളെ പരലോകത്ത് കൊമ്പ് കൊടുത്ത് കുത്തിയതിന് പകരമെടുക്കാൻ അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാവരും വിചാരണ നടക്കും. സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെയും വിചാരണ നടക്കും. മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഇതൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കും. എന്നിട്ട് അവരോട് പറയുന്നു, കൂനി തുറാബ, നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ എന്ന് അല്ലാഹു ഈ ജീവജാലങ്ങളോട് പറയുമ്പോ അവിശ്വാസി പറഞ്ഞു പോകുന്നുണ്ട്, യാ ലൈത വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, ഒരു നരകമോ സ്വർഗമോ ഇതിന് ശേഷമില്ലാതെ തന്നെ വെറുമങ്ങ് മണ്ണായി തീരാൻ കഴിയുന്ന വിധം ഞാനൊരു ജീവജാലമായിരുന്നെങ്കിൽ എന്ന് അവിശ്വാസി നാളെ കൊതിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ,
പടച്ചോനെ ഞാനിങ്ങനെ മണ്ണായി. സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ. പടച്ചോനെ ഞാനൊരു വൃക്ഷം, കുറച്ചൊക്കെ തണൽ കൊടുക്കും, പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോവേ, വെട്ടി നശിപ്പിക്കപ്പെടേ, എന്നാലും വേണ്ടിയില്ല. അതായത് ഞാനൊരു ആടായിരുന്നെങ്കിൽ, ആര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. ഉദ്ബഹു, എന്നെ അർത്ഥോട്ടെ, എന്നിട്ട് ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചോട്ടെ, എന്നാ പിന്നെ എന്നോട് നാളെ പരലോകത്ത് വിചാരണല്ലോ. കൂനി തുറാബ, മണ്ണായിക്കോന്നല്ലേ പറയാ. യാ അല്ലാഹ്, അതായിരുന്നല്ലോ ആശ്വാസമെന്ന് കൊതിച്ചിട്ടുണ്ട്. മുബശ്ശറുൻ ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന് ഉറപ്പുകൊടുത്ത് അള്ളാഹു ഉറപ്പുകൊടുത്തിട്ടുള്ള ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്, നമ്മളൊക്കെ ഭയങ്കര ധൈര്യവാന്മാരാണ്. നമ്മൾ റെഡി ആയിരിക്കല്ല സ്വർഗത്തിൽ പോവാണ്. നമ്മളൊക്കെ ഒരുക്കം. നമുക്ക് ആകെ ബേജാറ് അവിടെ പെണ്ണുങ്ങൾക്ക് ചെല്ലുമ്പോൾ എന്താ കിട്ടുക അല്ലെ? നമുക്ക് ഇതൊക്കെ റെഡിയാണ്. ബാക്കിയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നമ്മൾ ആകെ ചിന്തപ്പത അങ്ങോട്ട് എത്താനുള്ള ബേജാറിലാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ഉമർ തങ്ങളുടെ വഫാത്തിന്റെ നേരത്തൊക്കെ പറഞ്ഞിട്ടില്ലേ അത്? ബഹുമാനപ്പെട്ടവിടെ വയറിന് കുത്തിയപ്പോ അതിൽ വഫാത്താവാന്ന് ഉറപ്പിച്ചു. അപ്പൊ ചോദിച്ചു, ഇന്നെ കുത്തിയത് ആരാന്നൊന്ന് നോക്കി എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. അപ്പോ ഒരു നോക്കിയിട്ട് പറഞ്ഞു, അത് അമുസ്ലിമുൻ അൻ കാഫിർ, എന്നെ വധിക്കാൻ ശ്രമിച്ച ആള് മുസ്ലിമാണോ അല്ല കാഫിറാണോ? അപ്പൊ പറഞ്ഞു ബൽ കാഫിർ, കാഫിറ, മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒറ്റ പറച്ചിലാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. അല്ലദീ ലം യജ്അൽ മൗതി അലാ യദി മുസ്ലിമിൻ ഫഉഖാസിമുഹു ഇൻദ റബ്ബി. എന്നെ കൊന്നതൊരു മുസ്ലിം അല്ലല്ലോ, അൽഹംദുലില്ലാഹ്. എന്നെ കൊന്നതൊരു മുസ്ലിമാണ്. ആ മുസ്ലിം എന്നെക്കാൾ ഉഷാറുള്ള മുസ്ലിമാണെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ തർക്കിച്ച ജയിക്കൂലെന്ന് ഉറപ്പാ. മറ്റേത് കാഫിറല്ലേ, എന്താണ് കുഫറിനെക്കാളും ഇസ്ലാം ജയിക്കുമല്ലോ. അൽഹംദുലില്ലാഹ്. എന്താണ് പറയുന്നത്? യാ അല്ലാഹ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അവസാന കാലം ഭയങ്കര. തുടക്കത്തിലേക്കാണ് ഉമർ തങ്ങൾ, ഞാൻ കൊല്ലട്ടെ നബിയെ, ഞാനൊന്ന് കൊടുക്കട്ടെ. ഈ ചോദ്യമൊന്നും അവസാന കാലത്തില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് വളരെ ഏറ്റവും ക്ഷമയുള്ള ഒരാളായിട്ട് കാണപ്പെടുക. ഭയങ്കര ക്ഷമ. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാ ഇസ്ലാമിന്റെ ആദ്യകാലത്തൊക്കെ. ദഅനി അഖ്തുലു ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ തല ഞാൻ എടുക്കട്ടെ നബി എന്നൊക്കെ ചോദിക്കും. ഹാത്തിബ് റളിയല്ലാഹുവിന്റെ ആ ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ പിന്നീട് അങ്ങനെ വളരെ സൗമ്യനായി. തന്നെ കൊല ചെയ്ത ആളെ സംബന്ധിച്ച് പറയാം, മുസ്ലിം അല്ലല്ലോ, മതി, കുഴപ്പമില്ല. അവൻ മുസ്ലിമാണെങ്കിൽ നാളെ ഉമറും ആ മുസ്ലിമും അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വന്നാൽ എന്നെക്കാൾ ഉഷാറുള്ള മുസ്ലിമാണ്. ഇപ്പൊ എന്നെ കൊന്നതെങ്കിലും ഓനല്ലേ നീതി കിട്ടൂ. നീതി കിട്ടോ ഇല്ലേ? കൊലയാളിക്ക് നീതിയില്ല, കൊല്ലപ്പെട്ട ആൾക്ക് അതൊക്കെ ശരിയാ. പക്ഷെ ഉമർ തങ്ങളുടെ ചിന്താരീതി അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, മുസ്ലിം അല്ലല്ലോ എന്നെ കൊന്നത്, ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും, കുഴപ്പമില്ല. അത് മുസ്ലിമാണെങ്കിൽ പേടിയാണ്. യാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമah ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരോടും അല്ലാഹു സംസാരിക്കുക തന്നെ ചെയ്യും. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്, കിതാബ് സക്കാത്തിൽ പറഞ്ഞ ഹദീസ്. മാ മിൻകും മിൻ അഹദിൻ, ഒരാളും ഓരോരുത്തരോടും ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, അല്ലാഹു സംസാരിക്കുക തന്നെ ചെയ്യും യൗമൽ ഖിയാമah. നമ്മളോടൊക്കെ റബ്ബ്, അങ്ങനെ ആലോചിച്ച് നോക്കി, ഓരോരുത്തരോട് റബ്ബ് സംസാരിക്കുന്നത്. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അവിടെ ഒരു മുബല്ലിഗിന്റെ ആവശ്യമില്ല, ഒരു മീഡിയേറ്റർ ആവശ്യമില്ലാതെ, ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലാതെ ഓരോരുത്തരോടും അല്ലാഹു സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകത, മനുഷ്യര് സംസാരിക്കുന്നതോ മനുഷ്യരുടെ ഹിസാബോ, നമ്മൾ ഒരാളെ പോലീസുകാരൻ ഒരു അക്യൂസ്ഡ് ആയ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഒരു സമയത്ത് ചോദ്യം ചെയ്യാൻ പറ്റൂ, ഒരാളോടെ ഒരു നേരത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റൂ. ഒരാളെ പിന്നെ അടുത്താളെ വിളിക്കാൻ, ഒരാളെ ഒരു നേരത്ത് ശ്രദ്ധിക്കാൻ പറ്റൂ. ഒരു കൂട്ടാൾക്കാരോട് ചോദിക്കുകയാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് ഒരാളെ മനുഷ്യരങ്ങനെയാണ്. പക്ഷെ അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ലല്ലോ. അല്ലാഹു നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. കോടാനുകോടി ആളുകളോടും ഓരോരുത്തരോട് സംസാരിക്കാൻ അല്ലാഹുവിന് ഒരാളോട് ചെയ്യേണ്ട സമയം തന്നെ മതി. കോടാനുകോടി ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹിസാബ് അങ്ങനെയാണ്. നമുക്കാണ് ഒരാളോട് പിന്നെ വേറെ അടുത്ത ആൾ വരേണ്ട, ക്യൂ നിൽക്കേണ്ടി വരുമോ? അല്ലല്ല,
അത് നീ മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കുന്ന രീതിയാണ്. അള്ളാഹു മനുഷ്യരെ പോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അള്ളാഹുവിന്റെ ഹിസാബ് വ്യത്യസ്തമാണ്. കോടാനക്കോടി ആളുകളെ ഒരേ നേരത്തെ ഹിസാബ് ചെയ്യാൻ റബ്ബിന് കഴിയും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അവർക്കിടയിൽ ഒരു പരിഭാഷകനില്ലാതെ. തർജുമാന് മുബല്ലിഗ് എന്നാണ് ഹദീസിലൊക്കെ വരുന്ന അർത്ഥം. അതാ മുബല്ലിഗ്, എത്തിച്ചു കൊടുക്കുക. ഹറമിലെ കണ്ടല്ലോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വേക്കൽ മഅ്മൂം അല്ലാഹു അക്ബർ എന്നൊക്കെ പറയണ മുബല്ലിഗാണ്. മുബല്ലിഗ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഒരാളങ്ങത് പാസ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയേറ്റർ, അതൊന്നും ഇല്ലാതെ അല്ലാഹു തആല ഓരോരുത്തരോടും സംസാരിക്കുക തന്നെ ചെയ്യും. എല്ലാ സൃഷ്ടികളോടും, എല്ലാ മനുഷ്യരോടും അല്ലാഹു നേരിട്ട് ഇന്നോടാണ് റബ്ബ് ചോദിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഖിയാമത്തിന്റെ വിഷയം വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ഫർദ. നാളെ പരലോകത്തെത്തുമ്പോൾ യൂണിയനൊന്നും ഓർമ്മ വരൂലെന്നാ. രാഷ്ട്രീയ പാർട്ടിയും കൂടിയൊന്നും അവിടെ ഓർമ്മയില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ഫർദ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് ഒറ്റക്കാണ്. ഞാൻ ഒറ്റക്കൊള്ളൂന്ന്. എന്റെ പാർട്ടി സെക്രട്ടറി ഉണ്ടോ? അതൊന്നും അവിടെ അല്ല, നീ ഒറ്റക്കാണ്. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഒറ്റക്ക വരിക. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ധൈര്യം വരും. അതൊന്നും വരൂല നാളെ. ഒറ്റക്കാണ് കുടുങ്ങിക്കണ. മൂത്തർ പടച്ചവനെ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞാൻ എന്നെ രക്ഷപ്പെടൂല എന്ന് മനുഷ്യന് ഉറപ്പാവുകയാണ്. എന്തേ? അവൻ ഒറ്റക്കാണെന്ന തോന്നൽ വരും. ഒറ്റക്കാണ്. 10 ആളെ പിടിച്ച് ജയിലിലിട്ടാൽ, ഒരു റൂമിലിട്ടാൽ, ഓല് കണ്ടല്ലേ ഫേസ്ബുക്കൊക്കെ എടുത്ത് കളിച്ചത്, അതൊക്കെ ഉണ്ടാവും. ഓരോരുത്തരെ പിടിച്ച് ഓരോ റൂമിലിട്ടാൽ അപ്പൊ മനസ്സിലാവും. അപ്പൊ ഒന്ന് ചിന്തിക്കാൻ നേരം കിട്ടും. മറ്റേ ചിന്തിക്കാൻ നേരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ഇത് കളിച്ചടക്കും. അങ്ങനെ കൊലയാളികളെ മുഴുവൻ ഒരുമിച്ചിട്ട് അതാ പ്രശ്നം. അവരങ്ങനെ ചീട്ടളിക്കും. വേറെ എന്തെങ്കിലും കളി. നല്ല ടൈം പാസ് അല്ലേ. ഒരാളെ ഒറ്റക്കാണെങ്കിൽ അതാണ് വലിയ ശിക്ഷ. ഒറ്റക്ക ഒരു പുറലോകം കാണില്ല, അവൻ ഒറ്റക്കിരിക്കുകയാണ്. അതാണ് നാളെ പരലോകത്തിന്റെ അവസ്ഥയെന്ന് പരിശുദ്ധ ഖുർആൻ. വയതീന ഫർദ. ഒറ്റക്ക റബ്ബിനടുത്ത് വരും. ഒറ്റക്ക. എന്റെ കൂടെ ആളുണ്ടെന്നൊന്നും തോന്നൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ നേരം അവന്റെ റഹ്മത്ത് അവന്റെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ചേർത്തുമാറാകട്ടെ. ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. വലത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. വ്യക്തമാക്കി പറഞ്ഞുതരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻദുറു ഐസറ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലത് ഭാഗത്തും അതാണ്. വയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ അൻ-നാറ തിൽഖാഅ വജ്ഹി. മുമ്പിലേക്ക് നോക്കുമ്പോൾ അവനെ കാത്തിരിക്കുന്ന നരകമാണ് കാണുന്നത്. ഒരു കാരക്കന്റെ ചീളെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ നരകത്തെ കാത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ റിവായത്തിൽ വന്നത് വലൗ ബികലിമത്തിൻ ത്വയ്യിബ. ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നരകത്തെ കാത്തോളി കേട്ടോ, നരകത്തിന് രക്ഷപ്പെടാൻ നോക്കിക്കോളി. ഒരു കാരക്കച്ചീളെങ്കിലും സ്വതക്ക ചെയ്യാനുള്ളൂ, അതെങ്കിലും കൊടുത്തേക്കിൻ. ദാനം ചെയ്തേക്കണം. അത് നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നാളെ പരലോകത്ത് അങ്ങനെയാണ്. യാ അല്ലാഹ്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. നബിയേ, അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം, എന്നെ തന്നെ സത്യം എന്ന് റബ്ബ് പറയുന്ന പോലെ ലനസ്അലന്നഹും അജ്മഈൻ. എല്ലാവരെയും ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ലനസ്അലന്നഹും അജ്മഈൻ. അവിടെ സൂപ്പർവൈസർ എന്നോ ജോലിക്കാരനെന്നോ പുതിയ എംപ്ലോയർ ഇതൊന്നും എല്ലാവരോടും ഞാനൊക്കെ ഇത് കച്ചിലായി പോയിരിക്കൂല എന്ന് കൂന്നിരുന്ന അതൊന്നും ചിന്തിക്കണ്ട. അജ്മഈൻ. ഒരാളും അത് സ്ലിപ്പാവൂല. എല്ലാവരും അതിനുണ്ട്. അമ്മാ കാനൂ യഅമലൂൻ. നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. നിങ്ങൾ എന്താ ചെയ്തത് എന്നാണ് ചോദ്യം. ഭയങ്കരമാണ്. അക്കൗണ്ടബിലിറ്റി ഭയങ്കരമാണ്. ഇസ്ലാമിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. ഇതാണ് ഇത്. ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോ നമ്മൾ കുട്ടികളോടൊക്കെ ചെയ്യുന്ന അവരെ ഒരു വിഷയം ചോദിക്കുകയാണെങ്കിലോ അവര് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലോ ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോ എന്തെങ്കിലും ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം. ആ കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വൈ ഡിഡ് യു ചൂസ് ടു ഡു ദാറ്റ്? നിനക്ക് അതും ഇതും ചെയ്യായിരുന്നു അല്ലെ, നീ ഇത് തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? അങ്ങനെ ചോദിക്കുക. നീ എന്ത് ഇത് നിന്റെ ചോയ്സാണ് പ്രശ്നം. നീ എന്തിനിത് തെരഞ്ഞെടുത്തു?
അപ്പോഴാ കുട്ടി ചിന്തിക്കുള്ളൂ. എന്താ ചെയ്തെന്ന് വെച്ചിട്ട് അവൻ ചെയ്തെന്ന് അവനറിയാലോ. നീ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തു? നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ. നീ എന്തുകൊണ്ട് ഈ ഭാഗം തെരഞ്ഞെടുത്തു? ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ഖുർആനൊക്കെ പറയണത് അങ്ങനെയല്ലേ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് നല്ല നന്ദിയുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കാം, തീരെ നന്ദി ചെയ്യാത്തവരായിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ പറഞ്ഞ വിഷയം, അപ്പം നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെ ചോദിക്കണം എന്നാണ്. അപ്പോ ഐ ഡോണ്ട് ഡിസ്ലൈക്ക് യു ആസ് എ പേഴ്സൺ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവർ ആക്ഷൻസ്. അതെ, ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നോട് എനിക്ക് വെറുപ്പില്ല, പക്ഷെ നീ ചെയ്ത പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തേ? യു ഡിഡ് എ ബാഡ് ചോയ്സ്. അതേപോലെ നീ തെരഞ്ഞെടുത്തത് മോശമായി പോയി. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്തതാണെന്ന് കുട്ടിക്ക്, ഇതൊക്കെ ഇപ്പോ മുസ്ലിം അല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ ഫിലോസഫി കൊണ്ടുവന്ന് സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. നീ തെരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി എന്ന്. മുസ്ലിമായ മുക്കല്ലഫായ ഒരു മനുഷ്യനോട് അള്ളാഹു പറയാൻ തുടങ്ങിയിട്ട് കാലത്രായി. നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്, നന്മയും ചിന്മയും എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചതാണ്. അമ്മാ കാനൂ യഅമലൂൻ. നിന്റെ പ്രവർത്തനത്തിന് നീ ഉത്തരവാദിയാണ്. നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നിന്നോടാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. ആദ്യം വരുന്ന ചോദ്യങ്ങൾ അല്ലേ, നിസ്കാരത്തെ സംബന്ധിച്ചാണ് ആദ്യത്തെ ചോദ്യം എന്ന് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചിട്ടുണ്ടോ? 5 നേരത്തെ നിസ്കാരം ക്ലിയർ ആണോ എന്ന ആദ്യത്തെ ചോദ്യം അതാ. അത് ക്ലിയർ ഉള്ളവർ മാത്രം അടുത്ത സെക്ഷനിലേക്ക് കടന്നാൽ മതി. അവർക്ക് പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു എലിമിനേഷൻ കഴിഞ്ഞു. കഴിഞ്ഞു. നിസ്കാരം ക്ലിയറിലല്ലേ, യു ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു എനിമോർ. കഴിഞ്ഞു. നിസ്കാരമൊക്കെ ക്ലിയറാണ്, എന്നാവാ ബാക്കി ചോദ്യങ്ങളാവട്ടെ. ഇങ്ങനെയാ പോവുക. നിസ്കാരം തന്നെ ചെയ്തിട്ടില്ല, പ്രായപൂർത്തിയും ബുദ്ധിയും വെച്ചയിടം മുതൽ 5 വക്ത നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിച്ചേ പറ്റൂ. അതിലെന്തില്ല? ഒരു എക്സ്ക്യൂസും ഇല്ല. നഷ്ടപ്പെട്ടത് ഖളാ കൂട്ടണം, അല്ലേ? ഖളാ കൂട്ടണം. അതോടൊപ്പം അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കണം. കാരണം മുഴുവൻ ഖളാ കൂട്ടാൻ പറ്റാതെ മുമ്പെങ്ങാനും മരിച്ചുപോയാലോ? പടച്ചോനെ, എങ്ങാനും ഞാൻ മരിച്ചു, എനിക്ക് ഉദ്ദേശം നീയത്ത് വെക്കണം. നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി. മുഅ്മിനായ മനുഷ്യന്റെ നീയത്ത് അവന്റെ അമലിനേക്കാളും ചിലപ്പോൾ ഖൈറായി പോകുന്നു. നീയത്ത് വേണം, ഞാൻ ഖളാ കൂട്ടും. അപ്പൊ ചില പറയും, പൊന്നാരസ്ഥാതെ നിസ്കാരം തുടങ്ങിയപ്പോൾ അടുത്ത കാലത്താണല്ലോ, ആകെ 2 ആഴ്ചയായിട്ടുള്ള നിസ്കാരം തുടങ്ങിയിട്ട്, എനിക്ക് വയസ്സിപ്പോൾ 35 കഴിഞ്ഞു. ഞാനിപ്പോൾ 15 വയസ്സ് മുതൽ മുഴുവൻ ഖളാ കൂട്ടണം എന്നാണോ പോയി പറഞ്ഞത്? അതേ, ഖളാ കൂട്ടണം. അപ്പൊ നമുക്ക് വേറെ പല പ്രസംഗം ഓർമ്മ വരും. മറ്റേ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന്. എന്നാ കേട്ടോളി, അത് ഖളാ കൂട്ടിയേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയാണ്, അല്ല നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു 100 ദിർഹം വെച്ച് കിട്ടാണ്ടായിരുന്നല്ലോ എന്ന്. നിങ്ങൾ 15 ദിവസം വയസ്സായ മുതൽ ഇക്കാലം വരെ നിങ്ങൾക്ക് നമ്മുടെ ആള് പ്രഖ്യാപിച്ചതാ. നിങ്ങൾ ജനിച്ച സമയത്ത് 15 ആയി കഴിഞ്ഞാൽ ഓരോ ദിവസം 100 ദിർഹം വെച്ച് ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്താ പറയാ? ആദ്യം പിന്നെ ഓർത്തെടുക്കാൻ പ്രയാസമല്ലേ? നിങ്ങൾ അങ്ങനെ പറയോ? കാൽക്കുലേറ്റർ എടുത്ത് കൊണ്ടുവന്ന് കൂട്ടൂലേ? പടച്ചോനെ. അപ്പൊ നമ്മൾ ആവശ്യത്തിന് നമുക്ക് കൂട്ടാനും പറ്റും, കണക്കും കിട്ടും, അല്ലേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൊട്ടക്കണക്ക് അത് വേണ്ട. നിസ്കാരത്തിന്റെ വിഷയം നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. അതിനും കണക്ക് വെക്കുക. ബാക്കി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. പടച്ചോനെ, ഞാൻ ഒരു നിസ്കാരത്തിന്റെ കൂടെ ഒരു ഫർളിന്റെ കൂടെ ഒരു ഫർള്, ഒരു അസറിന്റെ കൂടെ ഒരു അസർ, ഒരു മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഒരു സുബഹിന്റെ കൂടെ ഒരു സുബഹി, അങ്ങനെ ഖളാ കൂട്ടിപ്പോയ. അപ്പൊ നമ്മൾ കണക്ക് വെക്കണം, എത്ര കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് അവരെ സുന്നത്ത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. സുന്നത്ത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാനൊക്കെ ഉള്ള ആഫിയത്തുണ്ടോ? എന്നാ ഫർള നിസ്കരിച്ചേക്ക്. അവിടെ നിനക്ക് സുന്നത്തല്ല വേണ്ടത്, ഫർളാണ് വേണ്ടത്. എന്നല്ല, പടച്ചോനെ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഹറാമാട്ടോ, ഞാൻ എന്തിനും വരുന്നില്ല, അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നിനക്ക് നിസ്കരിക്കാൻ കഴിയോ? നീ ഫർള് നിസ്കരിക്കേ. 20 തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ? നീ 20 സുബഹിന് ഖളാ കൂട്ടിക്കോ. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഖളാ കൂട്ടിയേ പറ്റൂ. ഇത് ആദ്യത്തെ ചോദ്യമാണ്. ആ ചോദ്യം രക്ഷപ്പെടുന്നവർക്ക് അടുത്ത ചോദ്യത്തിലേക്കുള്ള അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലും കിട്ടുള്ളൂ. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാവും. നമുക്ക് കുറെ ബോധമില്ലാതെ ജീവിച്ചു, പിന്നെ ബോധം വന്ന് പടച്ചോനെ ഇനിയിപ്പോ ഒക്കെ ഖളാ കൂട്ടെ തുടങ്ങി. അതിനൊക്കെ അള്ളാഹു കൂലി തരൂലേ? ആ പരിശ്രമത്തിനൊക്കെ എമ്പാടും കൂലി തരൂലേ? ജീവിതത്തിൽ പ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുലേക്ക് അടുക്കുന്തോറും അങ്ങനെ, നിസ്കാരം വർദ്ധിക്കുന്തോറും അങ്ങനെ കൽബിനും എന്തെന്നില്ലാത്തൊരു ആനന്ദവും സന്തോഷവും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് നമുക്ക് ചെയ്യൽ നിർബന്ധമാണ്. പിന്നീട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നടക്കാൻ പോകുന്ന ചോദ്യങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്.
അവ്വലു മാ യുഹാസബു, ആദ്യം അള്ളാഹു ചെയ്യുന്ന ചോദ്യം എന്താണ്? നിസ്കാരാണെന്ന് വന്നിട്ടുണ്ട്, അതാണ് അതിൽ ഏറ്റവും മുഅ്തമദ്. വേറെയും സംഭവങ്ങൾ അതിനെ തുടർന്ന് വരുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നോക്കൂ. ഇമാം ഹക്കീം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള, ഇബ്നു ഹിബ്ബാൻ തങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമഹ അൻ യുഖാല ലഹ്, ഒരു മനുഷ്യനോട് അല്ലാഹു ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം, സനഫറു ലക്കും അയ്യുഹ സഖലാൻ, ഞാൻ നിങ്ങൾക്ക് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ചോദിക്കാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ചോദ്യം, അലം ഉസിഹ്ഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നിട്ടില്ലേ? എല്ലാ പ്രവാസികൾക്കും ഇത് ബാധക. ഏത് എംപ്ലോയ്മെന്റ് വിസയിലുള്ള മുഴുവൻ ആളുകൾക്കും. അങ്ങനെ വലിയ കുഴപ്പമുണ്ടെങ്കിൽ മെഡിക്കൽ ഫെയിലാവും. അപ്പൊ നമ്മൾ മെഡിക്കൽ ഫെയിലാവാതെ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ടോ? ഈ ചോദ്യം ഉറപ്പാ. അലം ഉസിഹ്ഹ ലക ജിസ്മക, കാര്യമായ കുഴപ്പമൊന്നും നിന്റെ തടിക്കുണ്ടായിട്ടില്ലല്ലോ, നീ എന്ത് ഇതുകൊണ്ടൊക്കെ ചെയ്തത്? അല്ലാഹു തആല ചോദിക്കുന്നു, അലം ഉസിഹ്ഹ ലക ജിസ്മക, നിന്റെ ജിസ്മിന് ഞാൻ ആരോഗ്യം തന്നിട്ടില്ലേ? നിന്റെ തടിക്ക് ആരോഗ്യമില്ലാത്ത ഒരാൾ പാരലൈസ് ആയി കിടന്നിട്ടുണ്ട്, അവനോട് ചോദ്യമില്ല, അവനോടൊന്നും പറ്റിയിട്ടില്ല. ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. എന്തിന്? ബുദ്ധി ഉള്ളവന്റെ ബുദ്ധിന്റെ വില മനസ്സിലാവാൻ. കയ്യും കാലും ഇല്ലാത്തവർ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 0.5% ആളുകൾ ലോകത്ത് അങ്ങനെയാ. 99% ആളുകളും പെർഫെക്റ്റ് ആയിട്ട് അല്ലാഹു ജനിപ്പിക്കുന്നത്. 1% താഴെ വരുന്ന ആളുകൾക്ക് അല്ലാഹു ഡിസബിലിറ്റി കൊടുക്കുക. എന്തിന്? ഈ 99% കണ്ടുപിടിക്കാൻ. ആ പാവപ്പെട്ട മനുഷ്യന് അല്ലാഹു ഈ ദുനിയാവിൽ തടഞ്ഞു വെച്ച നിഅമത്തിന് മുഴുവൻ പകരമായി നാളെ സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണില്ലാത്തവർക്ക് ബേജാറില്ല. അല്ലാഹു മൻ അഖദല്ലാഹു ഹബീബതൈ, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണത്തെ അല്ലാഹു പിടിച്ചു വെച്ചാൽ അവ്വലഹു ലഹുൽ ജന്ന, അതിന്റെ പകരം സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുപൊട്ടന് സ്വർഗമാണ് അവൻ ക്ഷമിക്കുകയാണെങ്കിൽ. കണ്ണുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ണിന്റെ വില മനസ്സിലാവാൻ അല്ലാഹു കാണിച്ചു തരാനാ സമൂഹത്തിൽ എത്തരക്കാർ അല്ലാഹു പടക്കണത്. സുബ്ഹാനല്ലാഹ്. അലം ഉസിഹ്ഹ ലക ജിസ്മക, നിനക്ക് തടിക്ക് ഞാൻ ആരോഗ്യം തന്നിട്ടില്ലായിരുന്നോ? അല്ലാഹു ചോദിക്കും. പിന്നെയോ വഅറൂക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം നിന്നെ ഞാൻ കുടിപ്പിച്ചിട്ടില്ലയോ? തണുത്ത വെള്ളം എന്ന് പറഞ്ഞു ഭയങ്കര നിഅമത്താണെന്ന. സുബ്ഹാനല്ലാഹ്. فساغ لي الشراب وكنت قبله أكاد أغص بالماء الفرات, വെള്ളം കണ്ട് കുടിക്കാൻ പറ്റുന്നത് അതും നല്ല ഇൻദല്ലമ, നല്ല ചൂടുള്ള കാലത്ത്, നല്ല തണുപ്പുള്ള നല്ല ദാഹമുള്ള നേരത്ത് ഒരു ഗ്ലാസ്, ഒരു മീഡിയം തണുപ്പുള്ള റൂം ടെമ്പറേച്ചർ മതി, അല്ലാണ്ട് ഐസ് കുടിക്കണ്ട. അതൊരു റാഹത്തല്ലേ? അത് എന്തെന്നില്ലാത്തൊരു ആശ്വാസല്ലേ? ആ നേരത്ത് വേറെന്താ? ദാഹിച്ച് വിശന്ന ഒരു മനുഷ്യനോട് വെള്ളമാണ് അയാൾക്ക് കിട്ടേണ്ടത്. അയാളോട് പറയാം നിങ്ങൾക്കൊരു മില്യൺ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. അയാൾക്ക് അതല്ല ഇപ്പൊ വേണ്ടത്. അയാൾക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ആ ഓരോ നിയമിച്ചും അങ്ങനെയാണ്. ടോയ്ലറ്റിൽ പോവാൻ ഒരാള് ഗതികെട്ട് നിൽക്കുന്ന നേരത്താണ് അയാളോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതാ എൻ്റെ ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്? അയാൾക്കത് വേണ്ടപ്പോ. അയാളുടെ കണ്ണിൽ ഇത് പുല്ല് വിലയാ. എനിക്കൊന്ന് റിലീവ് ആണെങ്കിൽ എന്തിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയേണ്ടത്. അയാളുടെ മുമ്പിൽ പിന്നെ അതേ ആവശ്യമുള്ളൂ. എല്ലാം ഓരോന്നും കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് മനസ്സിലാവും. ഓരോന്നും അതിന്റെ സമയങ്ങളിൽ അതാണ് പ്രയോറിറ്റി, അതിനാണ്. അലം അർവിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് നല്ല തണുത്ത വെള്ളം ഞാൻ കുടിപ്പിച്ചിട്ടില്ലായിരുന്നോ? പടച്ചോനെ. പിന്നെയാണ് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിലുള്ള അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യങ്ങളിൽ മാദ്ദത്തു ഹുഖൂഖിൽ ഇബാദ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദ്യത്തിലെ ടോപ്പ് പ്രയോറിറ്റി. അതിനാണ് സനഫറു ലക്കും അയ്യുഹ സഖലാൻ, ഓ മനുഷ്യരെ എന്ന് പറയാൻ. അതുകൊണ്ട് നിങ്ങളൊരു സോഷ്യൽ ബീയിങ് ആണ്, നിങ്ങൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തമ്മിലുണ്ടായ ഇടപാടുകളെ സംബന്ധിച്ചാണ്. അതാണ് വിഷയം. മുഅ്മിനെ അത് ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്ക് സഹായിക്കുമാറാകട്ടെ. അതിൽ ആദ്യത്തെ വിഷയം അദ്ദിമാ, രക്തത്തെ സംബന്ധിച്ചാണ്, കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് ആദ്യത്തെ വിചാരണ. നിസ്കാരം കഴിഞ്ഞു, ഒരു മനുഷ്യന് ആരോഗ്യം തന്നിട്ടില്ലായിരുന്നോ? തണുത്ത വെള്ളം കുടിപ്പിച്ചില്ലേ? ഇതൊക്കെ ആരംഭമാണ്. അത് കഴിഞ്ഞാലുള്ള റിയൽ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് ഫിദ്ദിമായി, രക്തത്തെ സംബന്ധിച്ചാണ്. രക്തം എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, أول ما يقضى بين الناس يوم القيامة في الدماء,
രക്തം സംബന്ധമായിട്ടുള്ള ചോദ്യമാണ്. രക്തച്ചൊരിച്ചിലിനെ സംബന്ധിച്ചാണ് ചോദ്യം ആദ്യമായി ഖളാ വിധി കൽപ്പിക്കപ്പെടുന്നത്. ഫിദ്ദിമാ, അങ്ങനെയാണെങ്കിൽ വഅവ്വലു മൻ യതഖദ്ദമു അമാമ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ആദ്യം ചെല്ലുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഉബൈദ ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വരുന്നുണ്ട്. ആദ്യമായി വരുന്നത് ഇവരാണ്. ഇസ്ലാമിന് വേണ്ടി ബദർ യുദ്ധം എന്ന ആദ്യത്തെ യുദ്ധം നടക്കുമ്പോ ദ്വന്ദ്വയുദ്ധം, അല്ലെ, രണ്ടുപേർ മുഖാമുഖം നടത്തുന്ന യുദ്ധം, ഉത്ബയും ഷൈബയും വലീദ് ബിൻ ഉത്ബയും തമ്മിലുണ്ടായ ഈ 3 സ്വഹാബികളും 3 മുശ്രിക്കുകളും തമ്മിലാണ് ആദ്യത്തെ ആ ഒരു ഖത്ൽ നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത് ഈ ഉമ്മത്തിൽ. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ജിമാഇന്റെ ക്വസ്റ്റ്യൻ ഇതിനു വേണ്ടി 3 സ്വഹാബികളും 3 ഖുറൈശികളായ കൊല്ലപ്പെട്ട പ്രമാണികളും അവിടെ ഹാജരാക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞത്, അന അവ്വലു മൻ യജ്സു ബൈന യദയില്ലാഹി ലിൽ ഖുസൂമ, അല്ലേ, പടച്ചവനെ ഞങ്ങളിൽ വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞ്, ന്യായം നീ തരണം പടച്ചവനെ എന്ന് പറഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ആദ്യം ചെല്ലുന്നത്. പിന്നെ കൂടെയുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദ ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അവിടെ പ്രശ്നമില്ല, ഇവർക്ക് വിധി അത് അല്ലാഹു തആല ബ്ലഡ് രക്തച്ചൊരിച്ചിലവിടെ നടന്നിട്ടുണ്ടോ, അവിടെ ചോദ്യമുണ്ട്. പക്ഷേ അതിൽ സ്വഹാബത്തിന് അനുകൂലമാണ് അവിടെ വിഷയം. കാരണം അവിടെ യുദ്ധമാണ്, ജിഹാദാണ് നടന്നത്, സ്വഹാബത്തിന് അനുകൂലമാണ്. പക്ഷെ അവിടെ ഒരു വിചാരണ നടക്കുന്നുണ്ട്. തെളിയിക്കണമല്ലോ, നിങ്ങൾ എന്തിനിവരെ കൊന്നു, എന്തിനിവരെ കൊല്ലപ്പെട്ടു, കാര്യകാരണം ബോധ്യപ്പെട്ടു, ക്ലിയറാണ് വിഷയം. ഓക്കെ, അടുത്ത ഫയൽ എടുക്കട്ടെ. ഇങ്ങനെ കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് ആദ്യത്തെ വിഷയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലപ്പെട്ട ആളുടെ തലങ്ങ് മുറിഞ്ഞുപോയ മനുഷ്യൻ തന്റെ തല ഒരു കയ്യിലും തന്നെ കൊല ചെയ്ത കൊലയാളിയെ മറ്റൊരു കയ്യിലും പിടിച്ച്, തന്റെ നഷ്ടപ്പെട്ട തലയും പിടിച്ച് കൊലയാളിയുടെ കയ്യും പിടിച്ചിട്ടാണ് കൊല്ലപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുസ്ലിമും കാഫിറൊക്കെ വരും, എല്ലാരും വരും. ഒരു ടി പി ചന്ദ്രശേഖരന്റെ വധമേ നമ്മൾ വലിയ ചർച്ചയായിട്ടുള്ളൂ. ആ ടി പിയും വരും, ബാക്കിയുള്ളവരും വരും, മുസ്ലിമും അമുസ്ലിമും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക്. കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളും, കൊല്ലപ്പെട്ട ആളുകൾ അവരുടെ വധിക്കപ്പെട്ട അവയവങ്ങളുമായി, ഛേദിക്കപ്പെട്ട അവയവങ്ങൾ കയ്യിൽ വെച്ച് കൊല ചെയ്ത ആളിന്റെ കൈ പിടിച്ചിട്ടാണ് വരുന്നത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. എങ്ങനെ? ശരീരത്തിന്റെ രക്തങ്ങൾ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടുപേരും അങ്ങോട്ട് നിൽക്കുകയാണ്. ചിലപ്പോ ഒരു കൊലയാളിയും 100 ആളുകൾ കൊല്ലപ്പെട്ട ആളുകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, 100 ആളുകൾ ഈ ഒരു കൊലയാളിയെ പിടിച്ചു വരിച്ചിട്ടാ കൊണ്ടുവരെ. പടച്ചവനെ, ഹാദാ ഖതലനി, ഇവനാണ് എന്നെ വധിച്ചത് എന്ന് പറയും റബ്ബിന്റെ മുമ്പിൽ. അള്ളാഹു കൊല ചെയ്ത മനുഷ്യരോട് ഖാതിൽ തഅസ്ത, നിന്റെ കാര്യം പോക്കാണ്. അതാണ് ആ വാക്കിന്റെ ശരിയായ അർത്ഥം. തഅസ്ത, യു ലോസ്. വയുദ്ഹബു ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോ അവനെ എന്ന് അള്ളാഹു ഉടനെ വിധി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല ചെയ്ത മുഴുവൻ ആളുകളും അതിന് സ്വഹാബത്തൊക്കെ ഭയങ്കര പേടിയിലായിരുന്നു. ജാഹിലിയ കാലത്ത് നടന്ന വിഷയം അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ എന്നിട്ട് പോലും ചോദ്യം ഉണ്ടെന്നാ, വഇദൽ മൗഊദതു സുഇലത് وإذا الموءودة سئلت بأي ذنب قتلت وإذا الجبال وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت. കൊല്ലപ്പെട്ട ഓരോ പിഞ്ചു കുഞ്ഞിനോടും ചോദ്യമുണ്ട്, കുഞ്ഞേ, എന്ത് പാപത്തിന്റെ പേരിലാണ് നീ കൊല്ലപ്പെട്ടത്? കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാപ്പമാർ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഉമ്മമാർ, അബോർഷന്റെ വിഷയങ്ങൾ. കൊല്ലപ്പെടുന്ന ഓരോ ജീവനെക്കുറിച്ചും ചോദ്യമുണ്ട്. സൃഷ്ടാവായ അള്ളാഹു സന്നിവേശിപ്പിച്ച ജീവൻ എന്തർത്ഥത്തിൽ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന റബ്ബിന്റെ ചോദ്യമുണ്ട്. കേട്ടപ്പോഴാ സ്വഹാബത്തൊക്കെ കരഞ്ഞു പോയത്. നബിയെ, ഞങ്ങളൊക്കെ ജാഹിലിയ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയെ, ഇതിനെപ്പറ്റി ചോദ്യമുണ്ടോ? അഫല്ലാഹു അമ്മാ സലഫ്,
ഇസ്ലാം എന്താണെന്ന് ഹക്കെന്താണെന്ന് അറിയാത്ത കാലത്ത് ചെയ്തതല്ലേ, അത് അല്ലാഹു മാപ്പാക്കി തരും. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ ഇത് സംഭവിക്കാൻ പാടില്ല. എല്ലാ കുഞ്ഞിനോടും ചോദിക്കപ്പെടും, നീ എന്തിന് കൊല്ലപ്പെട്ടു കുഞ്ഞേ എന്ന്. ആ ചോദ്യം ശരിക്കും കൊലയാളിയോടാണ്. കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഫീമ ഖുതിലത്, അല്ലേ? ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത്? സുബ്ഹാനല്ലാഹ്. മനുഷ്യരെ മാത്രമല്ല, അത് നോക്കണം അല്ലാഹുവിന്റെ വിചാരണ. മാ മിൻ ഇൻസാനിൻ, ഏതൊരു മനുഷ്യനും യഖ്തുലു ഉസ്ഫൂറൻ ഫമാ ഫൗഖഹാ, ഒരു കുരുവി പക്ഷിയോ അതിന്റെ മുകളിലോ ഉള്ളതിനെ കൊന്നാൽ ബിഗൈരി ഹഖ്ഖിഹാ, അതിന്റെ അർഹമായ കാരണമില്ലാതെ കൊന്നാൽ, ഇല്ലാ യസ്അലുല്ലാഹു അൻഹാ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അതിനെ ചൊല്ലി ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദ്യം, നബിയേ വമാ ഹഖ്ഖുഹാ, ഒരു പക്ഷിയെ കൊല്ലാനോ അതിന്റെ മേലുള്ള ഒരു പക്ഷി, അങ്ങനെ പിന്നെ കോഴി വന്നു, പിന്നെ കാട്ടുജീവികൾ വന്നു, പിന്നെ ബാക്കിയുള്ള അറിവ് എല്ലാം പെട്ടു. എന്താണ് ഇതിന്റെ ഹക്ക് നബിയെ? ഹഖ്ഖുഹാ അൻ തസ്ബഹഹാ ഫതഅകുലഹാ, നിനക്കത് ഹലാലാണെങ്കിൽ നിനക്കതിനെ അറുക്കുകയും നിനക്ക് ഭക്ഷിക്കുകയും ചെയ്യാം, അതതിന്റെ ഹക്കാണ്. അത് കോഴിപ്പീടിക്കാരോട് ചോദ്യം ഉണ്ടോന്ന് വരണ്ട, തിന്നാൻ വേണ്ടിയിട്ടല്ലേ? കുഴപ്പമില്ല. അറവ് കച്ചവടക്കാർക്ക് ഭക്ഷണം കഴിക്കാനാണ്. അള്ളാഹു ഹലാലാക്കിയതാണ് ജീവജാലങ്ങളെ. ജീവന് വിലയുണ്ട്, പക്ഷേ ആ ജീവനെ എടുക്കുന്നത് അള്ളാന്റെ പേര് വെച്ചിട്ടാണ്. അതുകൊണ്ടാണത്. മനുഷ്യൻ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമാണ്, അത് സംശയമില്ല. നമ്മളെ പല്ല് പോലും അതിന് തെളിവാ. നമ്മൾ മാംസം കഴിക്കാനുള്ള കനൈൻ ടൂത്തുകൾ അള്ളാഹു മനുഷ്യൻ വന്നിട്ടുണ്ടല്ലേ? പക്ഷേ ജീവന് വിലയുണ്ട്. ആ ജീവനൊരു ഒരു കാളയോ ഒരു ആടോ ചിക്കനോ എന്തോ ആകട്ടെ, നീ അതിനറുക്കുന്നത് അള്ളാഹു വെച്ച ജീവൻ എടുക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പേര് പറഞ്ഞേക്കണം, ബിസ്മില്ല. നീ ഒരു മുസ്ലിമായിട്ടാണ് എടുക്കുന്നത്, നീ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. എന്തേ? ഈ ജീവൻ ഞാൻ എടുക്കുന്നത് അള്ളാഹു എനിക്ക് ഇതിനെ ഭക്ഷണമാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കൊല്ലാൻ പാടില്ല. ചോദ്യം, ലാ തഖ്തഅ റഅസഹാ ഫതർമിയ ബിഹി, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷി അങ്ങോട്ട് മുറിച്ചിട്ട് അതിന്റെ തല എടുത്തിട്ട് ഞങ്ങളുടെ എറിയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പറ്റി ചോദ്യം വരുന്നു. അപ്പൊ വെറുതെ ഈ ഹണ്ടിങ് ഒരു ജോയ് അല്ലെ, ഒരു ആനന്ദത്തിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്യാ? പല ആൾക്കാരും മീൻ പിടിക്കാൻ പോകും. തേരട്ടിട്ടോ കരണ്ട് പിടിപ്പിച്ചിട്ടോ കുറെ ആയിക്കോട്ടെ, കുറെ മത്സ്യം ചത്തുപൊങ്ങി അല്ലേ, അതിനൊക്കെ ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണ്. അത് കഴിഞ്ഞ് ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോന്നു. നാളെ ചോദ്യം ഉണ്ടാവും അതിനെ പറ്റി. അതാണ്, ഒരു ജീവനാണ് നീ എടുത്തത്, നിനക്കത് ഭക്ഷിക്കാനുള്ള ഹലാലാക്കിയതാണ്, നീ ഭക്ഷിച്ചില്ല, നീ അതിനെ വെറുതെ വലിച്ചെറിഞ്ഞു. നാളെ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ പറയാനുള്ളത്? ദിമാ, ഇതിനെക്കുറിച്ച് ചോദ്യം. പിന്നല്ലേ മനുഷ്യന്മാരെ കൊല്ലുന്നത്? ഒരു പക്ഷിയെ കൊന്നാൽ പോലും ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നീ അർഹമായ വിഷയത്തിൽ നീ ചെയ്തില്ല? മൻ ضرب مملوكه صوتا ظلما وقتص منه يوم القيامة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരാൾ തന്റെ അടിമയെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയോ അക്രമം ചെയ്യുകയോ ചെയ്താൽ ആ ഉടമസ്ഥനിൽ നിന്ന് നാളെ അല്ലാഹു പകരം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. അതുമാത്രമല്ല ഹക്കടപാടുകൾ. ആദ്യത്തെ വിഷയം അതാ, സനഫറുഹു ലക്കും അയ്യുഹ ത്തഖലാൻ, ജിന്നുകളെ മനുഷ്യരെ നിങ്ങളോട് വിചാരണ ചെയ്യാൻ ഞാൻ നാളെ എല്ലാം മാറ്റിവെച്ച് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അതാണ് നഫ്റുഹു എന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ ഒരുങ്ങി വരുന്നുണ്ട്. എന്തൊരു പ്രയോഗമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അലാ, അറിഞ്ഞേക്കണം, മൻ വലമ മുആഹിദൻ, മുസ്ലിമീങ്ങളുമായി കരാർ ഒപ്പിട്ട ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ആക്രമിച്ചാൽ, മുആഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്ത ആളാണ്. നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്ന ആളല്ല, നമ്മുടെ കൂടെ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ്, നമ്മുടെ എന്താ പറയാ, എങ്ങനെ ജീവിക്കുന്നവരെന്ന് പറയാ, വളരെ മമതയിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ഒരു അമുസ്ലിം അമുസ്ലിമായ മനുഷ്യന് കൊടുക്കേണ്ട ഹക്ക് നിങ്ങൾ കൊടുക്കാതെ ചുരുക്കി വെക്കുകയോ ചെയ്താൽ,
ഒരു മനുഷ്യനോട് കഴിയാത്തത് അയാളോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ, ഇതൊക്കെ എംപ്ലോയേഴ്സ് കേൾക്കണ നല്ലതാ. ജോലി കൊടുക്കുന്ന ആൾക്കാര്, എംപ്ലോയികൾ കേൾക്കേണ്ടത് വേറുണ്ട്. അവരവരുടെ പണി ചെയ്യണം. ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ കഴിയാത്തത് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇനി അത് മാത്രമല്ല, മനപ്പൊരുത്തമില്ലാതെ ഒരമുസ്ലിമിന്റേതിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ, ഇതൊക്കെ നമുക്ക് സംശയം വരും അല്ലേ? ശ്രീകൃഷ്ണാനേരി അവസ്ഥ, കോഴിക്കോട്, കണ്ണൂർ, ഒരാൾ മുമ്പിൽ ഒരാൾ ബാക്കിൽ ഇരിക്കുക. ടിക്കറ്റ് എവിടെ? ബാക്കില്. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് മുമ്പില്. കോഴിക്കോട് എത്തോളം ഇതാ കളി. എന്ത് ഹരേ കൃഷ്ണ എന്നല്ല ബസ്സിന്റെ പേര്. എന്തായാലും കാഫിർ, എന്തിനാ നമ്മള് അയച്ചുണ്ടാക്കി കാര്യം? ഇതൊന്നും പറ്റൂല, ഇതൊന്നും പറ്റില്ല. ചോദ്യം ഉണ്ടെന്നാ. സർക്കാർ ചെലവിൽ സ്ഥിര യാത്ര ചെയ്യുന്ന ആൾക്കാരായി കുറെ തിരുവനന്തപുരത്തൊക്കെ പോയി വരുന്ന ആൾക്കാരെ സർക്കാർ ചെലവിലാ യാത്ര ഫുള്ള് ട്രെയിനിലേ. കറുത്ത ഉപ്പായിട്ടോലെ കണ്ടാ ഇറങ്ങി ഓടും. ഇപ്പൊ കുപ്പായാലും ഊരിച്ചില്ല. ഇപ്പൊ കറുത്ത ഉപ്പായൊന്നും കാണില്ല ട്രെയിനില്. ഒരു വന്നിട്ട് എഴുതി തരിക ബില്ല്. സർക്കാർ ചെലവിൽ അങ്ങനെ ചെലവൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല സർക്കാർ. എന്ത് ചെയ്യുക? അതൊരു അമാനത്താ. നിങ്ങൾ ടിക്കറ്റ് എടുത്തേ കയറുള്ളൂ എന്നൊരു വിശ്വാസമാണ്. അത് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അമുസ്ലിമിന്റേതല്ലേ? കുഴപ്പമില്ല, അങ്ങനെയല്ല. അമുസ്ലിമിന്റേത് പ്രശ്നമാണ്. ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ മുതലാളി ഒരു ഗുജറാത്തിയാണ്, അല്ലെങ്കിൽ മുസ്ലിമോ ഒറ്റാളെ, അതൊന്നും പറയണ്ട. അതുകൊണ്ടൊന്നും മൂപ്പരെ പൈസ അടിച്ചു മാറ്റാൻ എന്തില്ല, ഇതൊന്നും ഹലാലാവില്ല മുമ്മിനെ. നിനക്ക് ശമ്പളം എത്ര തരുന്നത് അത് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പടച്ചോനെ, ഈ ശമ്പളത്തിന്റെ 4 ഇരട്ടി ഞാൻ ജോലി ചെയ്യേണ്ടത്, മിനിമം 2000 മാസാമാസം എനിക്ക് കിട്ടേണ്ടതാണ്. അവര് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുക. എന്തായാലും പച്ച കാഫിറല്ല, നരകത്തേക്കല്ല ഈ പൈസയൊക്കെ പോണത്. അതൊന്നും നമുക്ക് ഹലാലാക്കാൻ പറ്റൂല. മുആഹദാണ്, നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചു വന്ന ആളാണ്. അവിടെ വിഷയം വേറും. ഹർബിയായ കാഫിറിനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയാം. ഹർബി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തക്കം കിട്ടി നിങ്ങൾ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനത്തെ ഒരാളാണ്, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അവരോടുള്ള ഡീലിങ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ മുആഹദ് എന്ന് പറഞ്ഞതല്ല, വളരെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. നമ്മൾ സമാധാനപരമായി ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്, അമുസ്ലിമാണ്. അവരെ ഹക്ക് കൊടുത്തേ പറ്റൂ. ഇതൊക്കെ പറഞ്ഞ ദീൻ ലോകത്ത് ഇസ്ലാം അല്ലാതെ ഏതാ ഉണ്ടാവുക? യാ അല്ലാഹ്, കൊടുത്തേക്കണം. എന്നിട്ട് പറയുന്നു, ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റേത് ബിഗൈരി തീബി നഫ്സിൻ, അവരുടെ പൊരുത്തമില്ലാതെ എടുത്താൽ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, ആ മുസ്ലിമിന് വേണ്ടി അവന്റെ അവകാശം ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നാളെ ഞാൻ രംഗത്ത് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ, ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇങ്ങനെ ഈ അമുസ്ലിമിന് വേണ്ടി അവകാശം ചോദിക്കാൻ ഞാനാണ് ഹജീജുഹു, മുസ്ലിമിനെതിരിൽ ഈ അമുസ്ലിമിന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ കേസ്? അപ്പോ മുഅ്മിനെ എന്തെങ്കിലും അങ്ങനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. ഇനി അവിടെ നിന്ന് എടുക്കാൻ നിൽക്കും വേണ്ട. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തേക്ക്. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല, ആ മുതലാളിക്ക് വേണ്ടി ആരുടേതാണോ നമ്മൾ മോഷ്ടിച്ചത് അയാൾക്ക് വേണ്ടി ദ്വാരം കൊടുക്കുക. പഠിച്ചോനെ, നീ ആൾക്ക് പുറത്തു കൊടുക്ക്, ആൾക്ക് സന്മാർഗം കൊടുക്ക്, അല്ലെങ്കിൽ ആൾക്ക് ഹിദായത്ത് കൊടുക്ക്. മരിച്ചുപോയ ഒരു മുസ്ലിമിന് വേണ്ടി പുറക്കുള്ള ചോദിക്കാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഹിദായത്ത് കൊണ്ടുപോകാർക്ക്, അല്ലെങ്കിൽ അയാളുടെ കച്ചവടത്തെ വർക്കത്തിന് വേണ്ടി തോന്നുന്നു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമിന് പുറത്തു കൊടുക്കാൻ വേണ്ടി ഓർക്കാൻ പറ്റൂല എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല മുസ്ലിമുകൾക്ക് വേണ്ടി. അപ്പോ ഹക്കടപാടുകൾ മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ പ്രാധാന്യമാണ്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്. ഇതൊക്കെ ആളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നാണ് അമുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ. അന ഹജീജുഹു യൗമൽ ഖിയാമ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തരുന്ന വഹി നമുക്ക് ഓടിത്തരാണ്. لا تزول قدم عبد يوم القيامة حتى يسأل عن 4. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് വരെ ഒരു മനുഷ്യനും നാളെ കാലങ്ങോട്ട് അനക്കാൻ പറ്റുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കേട്ട ഹദീസായിരിക്കും. എന്താണ് പറഞ്ഞു ചേർത്ത്? നമ്മൾ വിചാരിക്കുന്നത് ഇന്നെ പറ്റിയല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കാം. നമ്മളെ പറ്റിയാണ് പറയുന്നത്. നമ്മളോടാണ് ചോദ്യം വരുന്നത്. ജീവിതം എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? അഫ്ന. അഫ്ന എന്ന് പറഞ്ഞാൽ തന്നെ തൊലച്ചു കളയാന്ന. ചില ആളുകളും വിചാരിക്കണം അങ്ങനെയല്ല. ജീവിതം ഈ അടിച്ചുപൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ അടിച്ചുപൊളിയും തല്ലിപ്പൊളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും അടിയും തല്ലൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും അടിച്ചുപൊളി എന്ന് വേറെയാണ്, തല്ലിപ്പൊളി എന്ന് വേറെയാണ് അല്ലേ? പക്ഷെ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് അഫ്ന, നശിപ്പിച്ചു കളയാൻ. അതിന് നമ്മൾ ഇട്ട വാക്കാണത്.
അടിച്ചു പൊളിക്കുക. കണ്ണൂർ ഭാഗത്തൊക്കെ അറൊക്കെ അടിച്ചു പൊളിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ അന്ന്. അതൊക്കെ നിർത്തിയോ? ചെറുപ്പക്കാർ വന്നിട്ടേ പുതിയാപ്പളിന്റെ റൂമൊക്കെ അടിച്ചു പൊളിക്കുക, അതിനും ബാക്കിയുള്ളവരൊക്കെ കൈയും കെട്ടി നിന്നു കൊടുക്കുക, എല്ലാവരും കാണുക. ഷാബാഷ്, നന്നായി. സുബ്ഹാനല്ലാഹ്. അതൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ നിന്നിട്ടില്ലേ? പൊന്നാരസ്ഥാതെ ഞങ്ങൾ കണ്ണൂർക്കാരത്ത് മലപ്പുറക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെ നാട്ടുകാരെ പറ്റി നോക്കിക്കോളി എന്നാണ് പറഞ്ഞത്. മലപ്പുറത്തേക്ക് എത്തിക്കണമെന്ന് അറിയില്ല. അപ്പോ അല്ലാഹ് അഫ്ന എന്ന് പറഞ്ഞാൽ അതാ നശിപ്പിക്കുക. നിന്റെ ജീവിതം നീ എങ്ങനെ ഫീമ അഫ്ന, എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു ചോദിക്കും. സുബ്ഹാനല്ലാഹ്. വഅൻ ഇൽമിഹി ഫീമാ അമില ബിഹി ഇൽമുണ്ടായിരുന്നല്ലോ, വിവരമുണ്ടായിരുന്നല്ലോ, ആ വിവരം കൊണ്ട് എന്ത് അമല് ചെയ്തു എന്ന് ചോദ്യമുണ്ട്. നമ്മളോടൊക്കെ ഉണ്ട്. ആലിമീങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്, പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആലിമീങ്ങൾക്കും അത് ബാധകമാണ്. അറിഞ്ഞവർക്ക് മുഴുവനും അറിഞ്ഞല്ലോ വിഷയം, ഇത് എന്തിനു ചെയ്യാതിരുന്നത്? അറിയലൊരു കൂലിയുള്ള കാര്യമാണ്, പഠിക്കൽ കൂലിയുള്ള വിഷയമാണ്. ഓരോ പഠിക്കുന്ന സെക്കൻഡിനും അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ദ്വാരക്കുന്ന ആ കൂലി നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ജ്യൂസോ വെള്ളം കൂടി ഇന്ന് തരാനില്ല. നിങ്ങൾ വന്നത് നിങ്ങളുടെ ചെലവിൽ വന്ന് നിങ്ങളുടെ ചെലവിൽ തന്നെ തിരിച്ചു പോവുകയാണ് അല്ലെ, വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നൊരു പച്ചവെള്ളം പോലും ഇവിടെ തരാനില്ല. നിങ്ങൾ ഇൽമിന് വേണ്ടി വന്നവരാ. ഇൽമ പഠിക്കാൻ വരുന്ന മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമ പഠിക്കാൻ വേണ്ടി വന്നിരുന്നാൽ സ്വർഗ്ഗത്തിന്റെ വഴി അള്ളാഹു എളുപ്പാക്കി തരുന്നു. അങ്ങനെയാണല്ലോ സംഭവിക്കുക. ഇൽമിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി കിട്ടുക. മലക്കുകൾ ദുആയിരുന്നു. ഹത്തൽ ഹീചാന ഫിൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ദുആരക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവരെ ദുആ നിൽക്കലപ്പോഴാണ് നമ്മളവരെ പിടിച്ച് കറി വെക്കാൻ വേണ്ടി കരക്കെത്തിക്കുമ്പോഴാണ് ആ മത്സ്യത്തിന്റെ ദുആ നിൽക്കുള്ളൂ. അതുവരെ ഓർക്ക് തന്നെയാണ്. അങ്ങനെ വന്നാൽ പിന്നെ ഓരക്കട നിന്നോട്ടെ അല്ലേ? മത്സ്യങ്ങനെ കാണുമ്പോഴേ സൂപ്പർ മാർക്കറ്റിലൊക്കെ യാ അല്ലാഹ് എനിക്ക് വേണ്ടിയൊക്കെ ദുആയിരുന്നിരുന്ന ആളാണല്ലോ പോയി കിടക്കണത്. പഠിച്ചോനെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാലേ. സുബ്ഹാനല്ലാഹ്. ഹത്തൽ ഹൈതാന ഫിൽ ബഹർ. ശരി, ഹാമൂർ മത്തിയൊക്കെ ദോർക്കുന്നുണ്ടെന്നാ ഇൽമ പഠിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പച്ചയായ അർത്ഥം അതല്ലേ, എല്ലാം ദ്വാരക്കുന്നുണ്ട്. അപ്പോ ഇൽമ പഠിക്കൽ ആവശ്യമാണ്, അത് കൂലിയുള്ള വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു ഒരുപാട് ഉപകാരം തരും ചെയ്യും. ഇൽമ അറിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ബാധ്യതയുമാണ്. അള്ളാഹ് പിന്നെ അടുത്ത ചോദ്യമുണ്ട്, ഇതൊക്കെ നാളെ വരാൻ പോണ വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു പറയണത് ഇതൊക്കെ നിഅമത്തല്ലേ, എന്റെ റസൂൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാണ് ചോദ്യം, നിങ്ങൾ എന്തൊക്കെ ആൻസേഴ്സ് ആണ് കണ്ടുവെക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം വരാൻ പോകുന്നത്, മോഡൽ എക്സാം, ഇതൊക്കെ എന്റെ റസൂൽ നടത്തി തന്നിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻമാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. മിൻ ഐന ഇക്തസബ, രണ്ട് ഭാഗമുള്ള ചോദ്യ സമ്പത്തിനെ കുറിച്ച്. അങ്ങനെ സമ്പത്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, സമ്പത്ത് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് മിൻ ഐന ഇക്തസബഹു, എവിടുന്നാ ഇപ്പൊ കാശ് കിട്ടിയത്, എവിടുന്നാ ഇപ്പൊ സാലറി കിട്ടിയത്, എവിടുന്നാ ഇപ്പൊ വരുമാനം ഉണ്ടായത് എന്ന് ചോദ്യമുണ്ട്. വഫീമ അൻഫഖ, എവിടെയാണ് നീ കൊണ്ടുപോയി ചെലവഴിച്ചത് എന്നും ചോദ്യമുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ സിനിമാ ടിക്കറ്റ് എടുക്കുമ്പോൾ ആലോചിച്ചോ, ഇതിനെപ്പറ്റി ചോദിക്കാൻ വരുന്നുണ്ട്. പടച്ചവനോട് എന്താ, പടച്ച റബ്ബേ ഞാൻ 1-ാം നമ്പർ ഹോളിവുഡ് ഹോളിവുഡ് എന്തൊക്കെ വുഡുകളാ പടച്ചവനെ, അതൊക്കെ കാണാൻ വേണ്ടിയാ പൈസ ചെലവാക്കിയത്. അള്ളാഹുവിന്റെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ജെന്യൂൻ റീസൺ ആണോ? അല്ലേ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ ശ്രദ്ധിക്കണം, ഗുരുതരമാണ്. പിന്നെ ബാക്കിയുള്ള കള്ളുകൂടിയും മറ്റിതിനൊക്കെ ചെലവഴിക്കുന്നതൊക്കെ വേറെയും. സുബ്ഹാനല്ലാഹ്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, മനുഷ്യന്മാര് കാശലവാക്കുന്ന ഹറാമിന് വേണ്ടി ഒരു പിശുക്കില്ലാതെ ചെലവഴിക്കുന്നുണ്ട്. എക്സ്പ്രസ് ഒരാൾ കള്ളുപിടിച്ചത്, നമ്മൾ എക്സ്പ്രസ്സിൽ പോകുന്നവരനെ അവർ ചീപ്പായിട്ട് എങ്ങനെയും ചെറിയ പൈസക്ക് നാട്ടിലെത്താന്നല്ലേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് പോകുമ്പോൾ കൂടെ അപ്പുറത്തുള്ള എന്തോ മണം വരെ നോക്കുമ്പോൾ പടച്ചോനെ അത് വാങ്ങിച്ചു കുടിക്കുക. പേര് നോക്കുമ്പോൾ ഷെരീഫ്, നാട്ടുകാരനാന്ന് ഞാൻ പറയുന്നില്ല, അത് ഫില്ലപ്പ് ചെയ്യണമല്ലോ, നമുക്ക് അങ്ങനെ ഒരു കിതാബൊക്കെ പൂരിപ്പിക്കണമല്ലോ അങ്ങോട്ട് ഇറങ്ങാൻ ചെല്ലുമ്പോഴേക്കും. അപ്പൊ പേരൊക്കെ വെക്കുമ്പോൾ നമ്മളെ ജാതിക്കാരനാണ്. പിന്നോട് വർത്താനം പറഞ്ഞു നോക്കുമ്പോൾ ബോധമൊന്നുമില്ല, അവൻ വേറെ ഏതോ ലോകത്താണ്. ഇവിടെ ഇപ്പൊ ആകാശത്ത് കയറിയിട്ടാണ് ഇപ്പൊ ഇത് തെറ്റ് ചെയ്യുന്നത്. നമ്മളാൾക്കാർ അത് വല്ല കൃഷ്ണനൊക്കെ ആണെങ്കിൽ പോട്ടെ, നമുക്ക് സങ്കടമല്ല, അവൻ വിവരമില്ലാത്തതുകൊണ്ടാന്ന് വിചാരിക്കുക. ഫീമ അൻഫഖ, എവിടെ ഞങ്ങൾ പൈസ ചെലവാക്കിയതെന്ന് ചോദ്യമുണ്ട്. അള്ളാഹു ചോദിക്കുന്ന പടച്ചവനോട് പറയാൻ പറ്റിയ കാരണം ഉണ്ടായാൽ മതി, അത്രേ വിഷയമുള്ളൂ. അള്ളാഹുവിനോട് പറയാൻ പറ്റിയ കാരണം വേണം. ഓരോ ഫിൽസിനും അള്ളാഹു ചോദിക്കുന്നുണ്ട്, എവിടുന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു.
അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി ഓഫറുകളൊക്കെ കുറേ വരും. എന്തെല്ലാം നല്ല പൈസ ഏർപ്പാടൊക്കെ നമുക്ക് ഹറാമായ വിഷയങ്ങളായിരിക്കും, പലതും അങ്ങനെയായിരിക്കും അല്ലേ. 100 വെച്ചാൽ 110 കിട്ടുന്നത് അല്ലേ, 1 വെച്ചാൽ 100 കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് പലിശ ഇടപാടുകൾ പറ്റൂല, പലിശ ജോലികളും പറ്റൂല, പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു സംഗതികളും നമുക്ക് പറ്റൂല. അങ്ങനെയൊക്കെ ജോലികളാ. നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്നതാ, ഗൾഫിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചു വന്ന കുറച്ചോനെ എപ്പോഴാ ബോധം ഉണ്ടായത്, വേഗം നിയ്യത്ത് ചെയ്തോ, കുറച്ചോനെ എനിക്ക് ഇതിൽ നിന്ന് മാറി ഹലാലായ ഒരു കച്ചവടത്തിലേക്ക് മാറണം, ഹലാലായ ഒരു ബിസിനസ്സിലേക്ക് മാറണം. പലിശ നൽകുന്ന ബാങ്കുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഹറാമാണ്. എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചത് ബാധിക്കൂല. പലിശ ബാങ്കുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്കുകളല്ലാത്ത ബാങ്കുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഹറാമാണ്, കുറ്റകരമാണ്, പലിശയുടെ പൈസയാണ്, ഒരു സംശയമില്ല. അങ്ങനത്തെ ആളുകളുടെ പോരെ പോയി പച്ചവെള്ളം വരെ കുടിക്കാൻ പറ്റൂല, പറയാലോ. അതതിന്റെ ട്രൂത്ത്സ്. എങ്ങനെ കുടിക്കുക? ഹറാമിന്റെ പൈസ കൊണ്ടല്ലേ വാങ്ങിച്ചുകൊണ്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബോധ്യപ്പെട്ട് തൗബ ചെയ്ത് മടങ്ങ്, അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. എന്നിട്ടുണ്ട് ഈ ഉടനെ ഹലാലിലേക്ക് മാറണം. ഒരു പലിശ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അവനുണ്ടാകുന്ന പ്രോഗ്രാമിംഗ് പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾക്കാണ്. നീ പലിശയെ സഹായിക്കുന്നവനാണ്, പലിശയെ സഹായിക്കുന്നവൻ, അതിനെ എഴുതുന്നവൻ, ആകിലുഹു വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു, പലിശ തിന്നുന്നവനും തീറ്റിപ്പിക്കുന്നവനും പലിശയ്ക്ക് എഴുതുന്നവനും. ഈ എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിംഗ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണല്ലോ ഇന്നത്തെ എഴുത്ത്. അതാണ് അവരും വശാഹിദുഹു, അതിന് വിറ്റ്നസ്സായി സാക്ഷിയായി നിൽക്കുന്നവർ പോലും ശപിക്കപ്പെട്ടവരും നരകത്തിലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ജോലി ഓഫറുകളൊക്കെ വന്നു ആയിക്കോട്ടെ, ഇവിടെ 2000 രൂപ കുറവാണ്, എന്നാലും സാരല്ല, ഹലാലല്ലേ, എനിക്ക് ഇതാണ്. ഇത് ഏറ്റെടുക്കാനുള്ളൊരു മാനസികമായ സാന്നിധ്യം, ഒരു ഒരുക്കം നമ്മുടെ കൽബിലുണ്ടോ, ഈമാൻ ബാക്കിയുണ്ടെന്നതിന്റെ അടയാളമാണ്. അതല്ല അതിപ്പോ സാരല്ല, ഇനിയിപ്പോ അടുത്ത വേദൽപ്പ് ഇതൊന്നും പറയില്ല, ഇപ്പോഴല്ല ഇപ്പൊ ഞെട്ടലുള്ളൂ, പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ, ഇങ്ങനെ തോന്നുന്നതെങ്കിൽ ഈമാന്റെ വിഷയം ബിലോ പോവർട്ടി ലെവലാ. ബിലോ പോവർട്ടി ലെവല. ഈമാന്റെ കാര്യത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നർത്ഥം. അതൊന്ന് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സോഴ്സുകൾ, എവിടെ നിന്ന് സമ്പത്ത് കിട്ടുന്നു, എവിടെ ചെലവഴിക്കുന്നു, രണ്ടിനെ കുറിച്ചും ചോദ്യമുണ്ട്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹറാമായ വരുമാനങ്ങൾ ജീവിതത്തിൽ വന്നുകൂടാതെ റബ്ബ് കാക്കുമാറാകട്ടെ. വഅൻ ജിസ്മിഹി ഫീമ അബ്ല, നിന്റെ ശരീരം നീ എവിടെയാണ് നുരുമ്പിച്ച് കളഞ്ഞത് എന്ന് ചോദ്യമുണ്ട്. ശരീരം നുരുമ്പിപ്പിക്കാൻ അബ്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു പടച്ചവനെ ഒരുപക്ഷെ തടിക്ക് ഇങ്ങനെ അസുഖം വരുത്തിയതിനെ പറ്റിയും ചോദ്യം ഉണ്ടാവും കേട്ടോ. അള്ളാഹു വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത വാരി വെച്ച് തിന്നിട്ടാണ് നമ്മൾ ഈ കൊളസ്ട്രോളും ഷുഗറും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അബ്ല എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നശിപ്പിക്കുക. നിന്റെ നെഫ്സിനെ നീ എവിടെ നശിപ്പിച്ചു എന്ന് ചോദ്യമുണ്ട്. അപ്പൊ ഒരു വിഷയം പരലോകത്തെ നാശം, തിന്മ, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന മുഴുവൻ ആളുകളും നാശത്തിലേക്കാണ്, അത് സംശയമല്ല. പക്ഷെ ആ ചോദ്യം ശരിക്കതിന്റെ ലിറ്റററി ആയിട്ട് അതിന്റെ ഭാഷാപരമായ അർത്ഥത്തിലെടുത്താൽ, നിന്റെ ശരീരം നീ നശിപ്പിച്ചോ എന്ന് ചോദ്യമുണ്ട്. അപ്പൊ എക്സസൈസും ചെയ്യാതെ നടക്കാൻ ഒന്ന് നടക്കൽ നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ അങ്ങനെ ചോറിച്ച് കിടന്നുറങ്ങി ഊർക്കം വെച്ച് ഉറങ്ങുക, അങ്ങനെ മുഖറ്റം ഭക്ഷണം കഴിക്കുക, പിന്നെ അങ്ങ് എണീറ്റ് നടക്കുക, ജോലിക്ക് പോവുക, വരിക, കിടക്കുക, എന്തെങ്കിലുമൊക്കെ കുറച്ച് ചർച്ചകളോ TV ന്യൂസോ കണ്ട് കിടന്നുറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളാണ്. ഒന്ന് അനങ്ങാതെ പിന്നെ ഒരു 40-45 ആകുമ്പോഴേക്കും അസുഖമായി, പ്രയാസമായി, തടി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എപ്പോ ആ സമയത്തൊക്കെ നമ്മൾ സമൂഹത്തിനും നമുക്കും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ ശരീരം ആകുമായിരുന്നു. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഫീമ അബില, നിന്റെ തടിയെ നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? വെറും മട്ടനും ചിക്കനും പോത്തിറച്ചി മാത്രം തിന്നിട്ട് നശിപ്പിച്ചില്ലേ? ഇതൊക്കെ ചോദ്യന്റെ മുമ്പിനെ, ഇതൊക്കെ പറഞ്ഞതിനർത്ഥമാണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. വെറും മാംസം മാത്രം തിന്നുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒരു എക്സസൈസും ചെയ്യൂല, വെറും ഇതന്നെ എപ്പോഴും. നാട്ടിൽ നിന്ന് കൊണ്ടല്ലോ തന്നെ പത്തലും പോത്തിറച്ചിയും. സുബ്ഹാനല്ലാഹ്. അത് എവിടെയാണെങ്കിലും ഷാർജയിലാ വന്നതാള്, എന്നാ അബുദാബിന്ന് വണ്ടിയെടുത്ത് പോവുക, പത്തലും പോത്തിറച്ചിയും വന്നിട്ടുണ്ടല്ലോ കൊണ്ടുവരാനേ. സുബ്ഹാനല്ലാഹ്. ഫീമ അബ്ല, തടിയെ നശിപ്പിക്കല്ല, ഇത് അള്ളാഹു തന്ന അമാനത്താണ്. നിന്റെ കയ്യിൽ നിന്റെ ശരീരം, അത് വെൽ മെയിന്റനൻസ് നീ ചെയ്യേണ്ട ആളാണ്. അതിന് എക്സസൈസ് ചെയ്തോ, നീ ജിം ചെയ്തോ, എന്നൊന്നും കുഴപ്പമില്ല. അതൊക്കെ കൂലി വരെ കിട്ടുന്ന നല്ല 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 ഉദ്ദേശത്തിൽ ചെയ്താൽ അല്ലേ? ജിമ്മിനൊക്കെ പോകുന്ന വളരെ ചെറുപ്പക്കാർക്ക് അതൊരു ഭയങ്കര ആവേശം, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. മസിലായിട്ട് പഠിപ്പിക്കാനല്ല. നീ എന്തിനാണ്? ശരീരം വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. ഇതിനാണ് നീ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ കൂലി കിട്ടും. അതല്ല അങ്ങനെ തോന്നലിനാണ്. അത് വേണ്ട, അത് കുറ്റകരമാണ്. അങ്ങനെ തോന്നണ്ട.
പഞ്ചപോകുന്ന മസിൽ അതിന്റെ മസിൽ, അതെന്ത് ചെയ്യണ്ട, അതുകൊണ്ടൊന്നും മേനി കാണിക്കണ്ട. എന്റെ ശരീരം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഫീമ അബുലാ, അതുവരെ നമ്മൾ ആലോചിക്കണം. പിന്നെ അള്ളാഹുവിന്റെ ചോദ്യം അതിന്റെ ആഴത്തിലേക്ക് കടന്നാൽ നിന്റെ ശരീരം നീ നരകത്തിലേക്ക് ആക്കിക്കളഞ്ഞില്ലേ? നീയല്ലേ കള്ളുടിക്കാൻ പോയത്? നാളെ പരലോകത്ത് ആത്മാവും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ശരീരവും ആത്മാവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന. ആത്മാവ് പറയും, അല്ലാഹുവേ റബ്ബ് ജല്ല ജലാലുഹു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീ എന്നോട് പറയണം റബ്ബേ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ റൂഹാണ്, എനിക്ക് കയ്യുമില്ല, എനിക്ക് കാതുമില്ല, എനിക്ക് നാവുമില്ല, എനിക്ക് ബ്രെയിനും നീ തന്നിട്ടില്ല പടച്ചോനെ, എനിക്ക് ശരീരവും എനിക്ക് ടാൻജിബിൾ ആയിട്ടുള്ള ശരീരവും നീ തന്നിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു റൂഹാണ് ഞാൻ. ഈ കയ്യും കാലൊക്കെ ഉള്ള മനുഷ്യന്റെ തടിയിലേക്ക് ഞാൻ കയറിയിരുന്നു, അവൻ തോന്നിവാസങ്ങളൊക്കെ ചെയ്തു, അതിനിപ്പോ എന്നെ ശിക്ഷിക്കാൻ പറ്റിയ പടച്ചോനെ എന്ന് ആത്മാവ് പറയും. അപ്പൊ ശരീരത്തിന്റെ വർത്തമാനം ഇങ്ങോട്ട്, യാ അല്ലാഹ്, പടച്ചത് ഹദീസാണ്, യാ റബ്ബേ ഞാൻ കൽ ഖശബ, ഞാനൊരു മരക്കഷ്ണം പോലെ. രണ്ട് കയ്യും കാലും ഉണ്ടായിട്ട് എന്താ കാര്യം ആത്മാവില്ലെങ്കിൽ? ഇവൻ എന്റെ തടിക്ക് കയറി വന്നപ്പോഴാണ് എന്റെ കയ്യും കാലും അനങ്ങാൻ തുടങ്ങിയത്. ഇവൻ വന്നിട്ട് എനിക്ക് സംസാരിക്കാനും നടക്കാനും ഒക്കെ ചിന്തിക്കാനൊക്കെ ഈ റൂഹിന്റെ തടിക്ക് കയറിയപ്പോഴാ, അല്ലെങ്കിൽ ഞാൻ മരക്കഷ്ണല്ലേ. അതുകൊണ്ട് പടച്ചോനെ എന്നെ മാത്രം ശിക്ഷിക്കല്ല റബ്ബേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദാഹരണം പറഞ്ഞു. ഒരു തോട്ടത്തിലേക്ക് കയറി ചെന്ന രണ്ടാളുകൾ, ഒരാൾ കണ്ണുപൊട്ടനാണ്, ഒരാൾ രണ്ട് കാലില്ലാത്തൊരു മനുഷ്യനാണ്. ഒരാൾക്ക് പഴം എവിടെയാണെന്ന് കാണാൻ കിട്ടണില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ മനോഹരമായൊരു സംഭവം. ഒരാൾക്ക് എവിടെയാണ് പഴങ്ങൾ ഈ തോട്ടത്തിൽ പറിച്ചു, രണ്ടാൾ വിശന്ന് നടക്കുകയാണ്, പറിച്ചതിനെ കണ്ണ് കാണണ്ടേ. ഒരാൾക്ക് കണ്ണ് കാണണ്ടേ എവിടെയാ പഴം ഉള്ളതെന്ന് അറിയാം, പക്ഷെ കാലോട് നിൽക്കാൻ പറ്റണ്ടേ, എത്തുന്നില്ലല്ലോ. അപ്പോ ഈ കാലില്ലാത്ത മനുഷ്യൻ പറഞ്ഞു കണ്ണുപൊട്ടനോട്, ഒരു കാര്യം ചെയ്യ്, നീ ഇന്നോട് പൊന്തിച്ചു തന്നാൽ ഞാൻ പഴം പറിച്ചുതരാം, നമുക്ക് രണ്ടാൾക്ക് തിന്നും ചെയ്യാം. അപ്പൊ കണ്ണുവട്ടം നല്ല തപ്പി വന്നിട്ട് ഇവനെടുത്തിട്ട് പൊന്തിച്ചു കൊടുത്തു. ഇവൻ പറിച്ചു, കണ്ണുവട്ടനും തിന്നു, കാലില്ലാത്തവനും തിന്നു. റൂഹും ശരീരവും ഇതുപോലെയാണ് ഇവിടെ പ്രവർത്തിച്ചത്. രണ്ടുപേരും കുറ്റക്കാരാണെന്ന് അള്ളാഹു വിധി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീമ അബ്ലാ, റൂഹ് ആത്മാക്കളിൽ വിളിച്ചു പറയുന്ന കള്ളുഷാപ്പൊക്കെ പോണ മനുഷ്യനെ പറ്റി, യാ അല്ലാഹ് എനിക്ക് ഇഷ്ടമല്ല റബ്ബേ, എന്റെ റൂഹിനെ നീ പടച്ചതാണ് പടച്ചോനെ, ഇവനെന്നെ കൊണ്ടുപോകുന്ന കള്ളുഷാപ്പൊക്കെ ഞാൻ അവന്റെ കൂടെ പോകാൻ നിർബന്ധിതനാണ് പടച്ചോനെ. അല്ലാഹുമ്മ ലഅൻഹു ലഅനൻ ശദീദ, ഇവനെ നീ ശപിക്കണേ പടച്ചോനെ എന്ന് തിന്മ ചെയ്യുന്ന സർവ്വ സ്ഥലങ്ങളിൽ പോകുന്നവരെയും ആത്മാക്കൾ വരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീമ അബ്ലാ, ഇതിനെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ട് മുഅ്മിനെ. അതാണ് നമ്മളിപ്പോ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നാളെ റിസൾട്ട് തരാൻ പോവാണ്. സനഫ്റുഗു ലക്കും അയ്യുഹ ഥഖലാൻ, ജിന്നുകളെ മനുഷ്യരെ നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഞാൻ വരുന്നുണ്ട് കേട്ടോ. സനഫ്റുഗു ലക്കും, ഞാനപ്പോ ഫ്രീ ആണ്, എന്റെ പണി എന്താ? നിങ്ങളുടെ വിചാരണയാണ്. നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രമായി ഞാൻ ഒരുങ്ങി വരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചോദ്യമുണ്ട്, അനിൽ അഹദി വഔഫൂ ബിൽ അഹദി ഇന്നൽ അഹദ കാന മസ്ഊലാ, നിങ്ങൾ തമ്മിലുള്ള കരാറുകളും ഉടമ്പടികളും കോൺട്രാക്റ്റുകളും നിങ്ങൾ പൂർത്തിയാക്കണേ. വഔഫൂ ബിൽ ഉഹൂദ്, അഹദ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്. നമുക്ക് ജോബ് കോൺട്രാക്റ്റുകൾ ഉണ്ടാവും അല്ലെ, ലേബർ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. എന്താ നമ്മുടെ ജോലി, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മളിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടാൻ പോണത് എന്താണ്, എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ജോലി കയറുന്നത്. സുബ്ഹാനല്ലാഹ്. ഔഫൂ ബിൽ ഉഹൂദ്, നിങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കി കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഒപ്പിടാൻ നിൽക്കണ്ട. വെറും പ്ലെയിൻ പേപ്പറിൽ ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കുവോ? ഇത് എന്തിനു പോകുന്നു, എവിടെ ചേർക്കാൻ പോകുന്നു നമുക്കറിയില്ലല്ലോ. നീ വായിച്ചു നോക്കണം എന്തിനാ നീ സൈൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കോൺട്രാക്ട് ആരുമായെങ്കിലും നീ സൈൻ ചെയ്തിട്ടുണ്ടോ, അത് ഹറാമല്ലെങ്കിൽ, ഒരു ഹറാമായ കോൺട്രാക്ട് സൈൻ ചെയ്തു, അത് നീ പൊളിച്ചേ പറ്റൂ. അത് മറ്റൊരു വിഷയമാണ്. ഹലാലായ വിഷയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഔഫൂ ബിൽ ഉഹൂദ്, അത് നിങ്ങൾ പൂർത്തിയാക്കി വിട്ടിയേ പറ്റൂ. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ഉദാഹരണം. ലീവ് പാസ്സായി, എത്ര? 32 ദിവസം. ഒരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ 28 ദിവസം ലീവ് പാസ്സായി. അൽഹംദുലില്ലാഹ്, നാട്ടിൽ പോവാണ്, പോയിക്കോ. നാട്ടിലെത്തിയിട്ട് അർജന്റ് മെസ്സേജ്, എന്താണ്? ഭയങ്കര വള്ളവേദനയാണ്, ദയവ് ചെയ്തിട്ട് 2 ആഴ്ച കൂടെ നീട്ടിത്തരണമെന്ന്. ഒരു വള്ളവേദനവനില്ല, അത് കളവ് പറഞ്ഞുണ്ടാക്കിയത്. അവന് ലീവ് പാസ്സാക്കിയത് ഇത്ര സമയത്ത് ലീവിന് ഇവിടെ തിരിച്ചു വരും എന്നാണ് അവന്റെ കോൺട്രാക്ട്. നാട്ടിൽ ചെന്നിട്ടുണ്ടൊരു വള്ളവേദനയും കുഴക്കും വരാൻ. അത് ഒറിജിനൽ വന്നതാണെങ്കിൽ അള്ളാഹ് ആഫിയക്കും, അള്ളാഹു തആല ശിഫ തരട്ടെ. പക്ഷേ
കളവ് പറയും. അവിടെ ചെന്നിട്ട് കോൺട്രാക്ട് നീ പൊളിക്കല്ല, അങ്ങനെയല്ലേ നമ്മൾ അഗ്രിമെന്റ്, അങ്ങനെയല്ലേ നീ വരാന്ന് പറഞ്ഞത്? വരാന്ന് പറഞ്ഞിട്ട് പോണത് പിന്നെ വരണം. അതല്ല ഇവിടെ ചെന്നിട്ട് വേറെ ജോലിക്ക് പോകാനാ പ്ലാൻ എന്ന് ആദ്യം ഇവരോട് പറഞ്ഞു പോയി. ഇവരോട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇയാൾക്ക് വേണ്ടി കാത്തിരുന്ന് അവർക്ക് ആ നേരത്തെ മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്ത് ജോബിലേക്ക് എടുക്കുക. ഇത് പറ്റൂല, ഇവന്റെ വിവരം കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ ഖത്തറിലെത്തിയോലോ, ഇത് ചെയ്യണ്ട. ഇത് ഔഫൂ ബിൽ ഉഹൂദ്, നിങ്ങൾ തമ്മിലുള്ള കരാറുകൾ പൂർത്തിയാക്കണം. ഇന്നൽ അഹദ കാന മസ്ഊല, നിങ്ങൾ ചെയ്യുന്ന കരാറുകളെ പറ്റി നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയാണ് ഇതിനെപ്പറ്റി ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഏതും മാരേജ് കോൺട്രാക്റ്റുകൾ അങ്ങനെയാണ്, ബിസിനസ് കോൺട്രാക്റ്റുകൾ അങ്ങനെയാണ്. ഈ കൂട്ട് കച്ചവടങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാലങ്ങളൊക്കെ വല്ലാതെ ഇങ്ങോട്ട് 10 വയസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ കൂടിക്കൂടി. ഇത്ര എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വലിയ വലിയ കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ? 1000 ആളും 10,000 ആളൊക്കെ മെമ്പർമാരാക്കി കൂട്ടും. കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് കണ്ടാൽ പിന്നെ ഈ മെമ്പർമാരൊക്കെ പിരിച്ചുവിട്ടിട്ട് 100 ആളാക്കും. പിന്നെ ഒന്നും കൂടി പ്രോഫിറ്റ് കൂടെ കണ്ടാൽ പിന്നെ ഒരു 15 ആള് മാത്രം മറ്റവരൊക്കെ പിരിച്ചുവിടും. ഈ പിരിച്ചുവിടലല്ലോ ആദ്യം ഉണ്ടായ കോൺട്രാക്ട്. എങ്ങനെയാ? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ദേർ വിൽ ബി ഗെറ്റിംഗ് ദ സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതിനുവേണ്ടിയാ കൊടുത്തത്. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ തിരിച്ചു നിങ്ങൾ പിരിച്ചുവിടുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ അവരെ നിർത്തിയേ വെച്ചു. നമ്മുടെ ശരീരത്തിന്റെ അത്യാഗ്രഹമാണ് ഈ പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ വിധിച്ചു കൊടുത്താൽ നമുക്ക് വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ. ഇവരൊക്കെ പിരിച്ചുവിടും. നമ്മൾ 10 ആള് മാത്രം മതി. പിന്നെ ഈ 10 ആള് പിന്നെ 5 ആവും, 5 ആള് പിന്നെ 2 ആവും, പിന്നെ ഒരുത്തൻ മറ്റോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരുത്തൻ കയ്യിലാക്കും. ഇത് മനുഷ്യന്റെ ഹ്യൂമൻ നേച്ചർ. ഇതൊക്കെ ചതിയാണ്, കൂട്ടച്ചതികൾ. കുറി വെച്ചിട്ട് മുങ്ങ. ഇന്നൽ അഹദ കാന മസ്ഊല, നിന്റെ കയ്യിൽ പൈസ എന്തിനാ? നീ ഇത് സൂക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പൈസന്റെ എല്ലാം കുറിന്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞു ഒറ്റ മുങ്ങലാറും. ഈ പലിശ തന്നെ കുറിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ചെയ്യരുത്. ഒരാൾ അടക്കാത്ത 50,000 വാങ്ങിക്കുന്നു, ആദ്യം വിളിച്ചെടുക്കുന്നു, പിന്നെ 10,000 അടക്കം വേണം, ആദ്യം വിളിച്ചെടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യൻ കൊടുക്കണതേ എടുക്കാൻ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. ഏറെയും വേണ്ട, കുറക്കും വേണ്ട. ഇന്നൽ അഹദ കാന മസ്ഊല. കുറെ പറ്റിക്കൽ ഗൾഫിൽ നടക്കുന്നുണ്ട്. ഗൾഫുകാരെ പറ്റിക്കപ്പെട്ട കഥകൾ എത്രയാ. നമ്മൾ പച്ച സാധുക്കളാണെന്നാണ് മനസ്സിലാവുന്നത്. വളരെ നല്ല മനുഷ്യന്മാരാ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാരണം ഒരാളുടെയും ഒരു അഗ്രിമെന്റ് ബ്രീച്ച് ആവാൻ പാടില്ല. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നഷ്ടായാലും തിരക്കേടില്ല, മറ്റൊരു തന്റെ ഒരു 5 പൈസ പോലും എനിക്ക് വേണ്ട. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. വഔഫൂ ബിൽ ഉഹൂദ്, നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ ശരിക്കും നോക്കിക്കോ. ഇന്നൽ അഹദ കാന മസ്ഊല, ഇതിനെപ്പറ്റി ചോദ്യമുണ്ട്. ഇനി അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറയുന്ന മറ്റൊരായത്ത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ആയത്തൊക്കെ അർത്ഥറിഞ്ഞ് ഓതിയാണ്ടല്ലോ നമ്മൾ വീണുപോകും. ഇന്നസ് സമഅ, തീർച്ചയായും നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ സെൻസറി, നിങ്ങളുടെ കേൾക്കാനുള്ള കഴിവ്, ചെവി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ചെവിയിൽ വല്ലതും ശബ്ദം കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ കേൾവിയും, വൽ ബസറ, നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാഴ്ചയും. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച ശക്തി, സമഅ എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള കഴിവ്, വൽ ഫുആദ്, ചിന്തിക്കാനും മനനം ചെയ്യാനും ആലോചിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ കഴിവ്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ ഇതിനെ സംബന്ധിച്ചെല്ലാം ചോദ്യമുണ്ട് കേട്ടോ. ചെവിയിൽ കുത്തി നടക്കുന്നത് എന്താണ് കേൾക്കുന്നതെന്ന് ചോദ്യമുണ്ട്. മ്യൂസിക് കേൾക്കാനാ ഇഷ്ടം, ആർക്കപ്പം ഇഷ്ടമല്ലാത്ത? പിശാച് എല്ലാ തിന്മയും നമുക്ക് ഇഷ്ടമാക്കി തരുന്ന. കേൾക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയതിന് പിന്നെ നിന്റെ കാതുകളെ നീ എന്ത് കേൾപ്പിച്ചു എന്ന് ചോദ്യമുണ്ട്. അല്ലാഹു തആല പറയാം. വൽ ബസറ, നിനക്ക് കാണാനുള്ള കഴിവ് നിന്റെ കണ്ണുകൾക്ക് അല്ലാഹു തന്നിരുന്നുവല്ലോ, ആ കണ്ണുകൊണ്ട് നീ എന്ത് നോക്കിക്കണ്ടു എന്ന നാളെ ചോദ്യമുണ്ട്. വൽ ഫുആദ്, തിന്മകൾ മുളപൊട്ടുന്നത് ഹൃദയത്തിലാണ്. അങ്ങനെയാണ്, തിന്മകളുടെ ആവിർഭാവം തുടക്കം ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് തിന്മയെ സംബന്ധിച്ച് ആലോചിച്ച് വലുതാക്കി കൊണ്ടുവരുമ്പോഴാണ് അതൊരു മോഷണമോ വ്യഭിചാരമോ ആയിട്ട് ഭരിക്കുന്നത്. തുടക്കം ഇങ്ങനെ ആലോചിക്കണം, അല്ലേ? ഒരു മോഷണം ചെയ്യണമെങ്കിൽ എത്ര പ്ലാൻ ചെയ്യണം അവൻ?
ഒരു വ്യഭിചാരമോ ഒരു റേപ്പോ തട്ടിക്കൊണ്ടുപോകലോ ഇതൊക്കെ നടക്കണമെങ്കിൽ എത്ര തവണ അവന്റെ മനസ്സിലൂടെ ഈ വിഷയം ഇങ്ങനെ കൊണ്ടു നടക്കണം അല്ലേ? വൽ ഫുആദ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ തിന്മയെ താലോലിച്ചതും കാന മസ്ഊലാ, ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു നാളെ ചോദിക്കുമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ പേടിച്ച് ഇടങ്ങാറാവാൻ വേണ്ടി ഖുർആനെ പേടിപ്പിക്കുകയാണോ എന്ന് തോന്നുക അല്ല. സ്വർഗത്തിന്റെ വഴി ഭയങ്കര എളുപ്പല്ലേ? അത് നമുക്കറിയാം. സ്വർഗത്തിന്റെ വഴി എളുപ്പമാണെന്നും സ്വർഗം എളുപ്പമാണെന്നും സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു ഒരുപാട് കൂലി, ചെറിയ കർമ്മങ്ങൾക്ക് ഒരുപാട് കൂലി അള്ളാഹു തരുന്നുണ്ട്. എന്നാലും ഇടക്കിടക്ക് പഠിച്ചു തമ്പുരാൻ എന്തെങ്കിലും ഓർമ്മിപ്പിക്കും. ഇത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഹൈ ടാർഗറ്റ് അള്ളാഹു തരാന്ന, നീ അച്ചീവ് ചെയ്യും, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഇതിപ്പോ എങ്ങനെ നമ്മൾ പറയാ, ഇതിപ്പോ നല്ല നാഷണൽ ഹൈവേ ആണ് കേട്ടോ, അടിച്ചു മാറിപ്പോയിക്കോ, നിനക്ക് ഏതാ 150 കിലോമീറ്റർ ഉള്ളൂ, എന്ത് ചെയ്യാ, നിനക്ക് ഇന്ന സ്ഥലം 150 കിലോമീറ്റർ നിനക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും, പൊയ്ക്കോ. സ്വർഗത്തിന്റെ വഴി സ്ട്രൈറ്റ് പേക്കാനൊന്നുമില്ല കേട്ടോ, നേരെ വിട്ടാൽ മതി. ഹൈവേക്കണ കയറിയാൽ അൽഹംദുലില്ലാഹ്. എനിക്ക് ഇന്നലെ രാത്രി ഈ നേരത്തൊന്നുമല്ല, രാത്രി നമ്മളെ നാട്ടിലെ ഒരു 11-12 1 മണി സമയത്ത് ഒരു ഹൈവേയിൽ കൊണ്ടാക്കി തന്നു. നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഇവിടുന്ന് എടുത്തോട്ട് പോയിക്കോളി, 160 കിലോമീറ്റർ നിങ്ങൾ മംഗലാപുരത്ത് എത്തുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അതുവരെ ആക്കി തന്നെ തിരിച്ചുപോയി. അൽഹംദുലില്ലാഹ്, നല്ല മനുഷ്യന്മാർ. പോവാൻ ഒരു കാര്യം അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, 30 കിലോമീറ്റർ റോഡ് മോശമാണ് കേട്ടോ ഉസ്താദേ. അതുകൊണ്ട് ഞങ്ങൾ ഈ 160 കിലോമീറ്റർ പിടിച്ചെടുക്കാൻ 5 മണിക്കൂർ എടുത്തു. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറഞ്ഞിരുന്ന വിഷയം സ്വർഗത്തിന്റെ വഴി എളുപ്പമാണ്. ഈ ഹൈവേ കയറിയാൻ വേണ്ടി പിഴക്കാനൊന്നും ഇല്ല കേട്ടോ, പക്ഷെ അവിടെ കുണ്ടുണ്ട് കേട്ടോ, ഇവിടെ പാലം പടി നടക്കുന്നുണ്ട് കേട്ടോ, പിന്നെ അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ടേ, വല്ലതും കൊടുക്കേണ്ട ഒരു ചില്ലറ കയ്യിൽ വെച്ചോ. ഇതൊക്കെ പറഞ്ഞിരുന്ന പോലെ അല്ലാഹു തആല ഇതിനെക്കുറിച്ച് ചോദ്യം കേട്ടോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നോക്കിക്കോ, ഇതിനെപ്പറ്റി അല്ലാതെ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടാൽ അവിടെ എന്താ ഇപ്പൊ റോഡിന്റെ ഒക്കെ കഥ? ശ്രദ്ധിക്കണം എന്ന്. ഹൈവേ ആണ് നീ കയറുന്നത്, ഇസ്ലാം കയറി ഹൈവേയിലാണ്, പക്ഷേ അവിടെയും ശ്രദ്ധിക്കാനും നോക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് പോയിക്കോട്ടോ, അവിടെ ഇവിടെയൊക്കെ നോക്കിക്കോ. നല്ല കണ്ണു വേണം കേട്ടോ, വളവും ടേണൊക്കെ ഉണ്ട്, ഹെയർപിന്റെ വളവുകളൊക്കെ ഉണ്ട്, നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞുതരാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വിഷമം വിചാരിക്കരുത്. പഠിച്ചോനെ അള്ളാഹു സ്വർഗത്തിന്റെ വഴി ശരിക്കണം പറഞ്ഞുതരാണ്. ഇങ്ങനെ കണ്ടിട്ടോ ഇതൊക്കെ കുളത്തും വരിക്കലൊക്കെ വരുവേ. അതുകൊണ്ട് ഈ ഹക്കടപാടുകളൊക്കെ ക്ലിയർ ചെയ്തോ, നേരെ സേഫ്ലി നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും മനസ്സും ഒക്കെ ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹൈവേക്ക് കയറിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചോ, കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് കണ്ണിഞ്ഞി പോണ്ട, വളവുകളും തിരിവുകളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചു പോയിക്കോ. ഇതാണ് അല്ലാഹു തആല ഓരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നതിന്റെ താല്പര്യം. ഇതാണ്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ബാക്കി കുറെ കൂടെ വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഹിസാബിനെ സംബന്ധിച്ച് പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങൾ തന്നിരുന്നത് മുഴുവൻ വായിച്ചു നോക്കാൻ വരേക്കുന്ന സമയം കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയണത്, നോക്കിയിട്ടില്ല, സൗകര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. പിന്നെ ഇവിടെ ഇസ്ലാം സെന്ററിന്റെ കീഴിൽ ഇവിടെ ഉംറക്ക് പോകുന്നുണ്ട്, പരിശുദ്ധ ഉംറക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ സെന്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. പിന്നെ എന്റെ സുഹൃത്ത് അബ്ദുൽ ബാരി ഹുദവി അവരുടെ നേതൃത്വത്തിൽ ഫ്ലൈറ്റിന് ഏപ്രിൽ 1 ഇവിടെ ഉംറക്ക് പോകുന്നുണ്ട്, എയർ മാർഗം. അതിൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഒരു സെന്ററുമായി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. പിന്നെ സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന സഹോദരി സുഖല്ല ഓപ്പറേഷന് വിധേയമാകുന്നു. അല്ലാഹു തആല സഹോദരിക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. പിന്നെ ശരീരത്തിലെ അലർജി വിഷയം ശിഫയാവാൻ വേണ്ടി അള്ളാഹു ആർക്കാണോ അത് അള്ളാഹു അത് എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഇവിടെ CM അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദിന്റെ മർഹൂം ഷഹീദ് ഉസ്താദിന്റെ അനുസ്മരണം നടന്നിരുന്നു. അരിയിൽ ഷുക്കൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഒരു അനുസ്മരണ പരിപാടി നടന്നിരുന്നു അല്ലേ. അപ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു രണ്ടുപേർക്കും അവരുടെ ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുക്കൾ, മരിച്ചുപോയ മുഴുവൻ ആളുകൾ, അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പിന്നെ ഒരുപാട് ദീനിന്റെ സേവനം ചെയ്യുന്ന ആളുകൾ ഒക്കെ CM ഉസ്താദ് അടക്കം, പിന്നെ ജീവിച്ചിരിപ്പുള്ളവർ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ സ്ഥാപകർ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ അങ്ങോട്ട് ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്, എന്റെ അഭിനന്ദരായ ഗുരുവും
നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ, അവരുടെയൊക്കെ ദീർഘായുസിന് ആഫിയത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉലമാഇനും ആലിമീങ്ങൾക്കും ദീനിന് ആഫിയത്തോടെ തഖ്വയോടെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹുവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മരിച്ചുപോയ നമ്മുടെ സർവ്വ ഉലമാഇനും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതിൽ ഒരുപാട് ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, പ്രവർത്തകന്മാരുണ്ട്, മുഅല്ലിമീങ്ങളും ചാലിമീങ്ങളും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ ഇസ്സത്തിലാക്കി തരുമാറാകട്ടെ. പിന്നെ വചനപ്പൊരുൾ പരിപാടി, നമ്മുടെ മരണവും പരലോകവും എന്നുള്ള വിഷയത്തിലെ നമ്മുടെ പ്രഭാഷണത്തിന്റെ 4ാം ഭാഗം ഈ വ്യാഴാഴ്ചയാണ് ഇൻഷാ അല്ലാഹ്. ഈ വരുന്ന വ്യാഴാഴ്ചയാണ്, 6-ാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ചയാണ്. നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്? ഇശാന്റെ ശേഷമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും 9 മണി ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് ഇപ്പോൾ 9 മണിക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 9 മണിക്ക് തുടങ്ങണം. വ്യാഴാഴ്ച സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, എത്തുക. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് വരാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആയിക്കോട്ടെ. 8:45 നമ്മൾ സമയം കാണുക. ആ 8:45-9 ഉള്ളിലായിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഇശാന് ശേഷം ബുർദ മജ്‌ലിസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് സംബന്ധിക്കുക. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിക്കുകയാണ്. വലിയ മഹാനാണ്, അറിയാലോ. അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കാണാൻ കിട്ടണം തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനത്തെ ആൾക്കാരൊന്നും കാണാനില്ല. അത്രയും വളരെ സാത്വികരായ അലിമികളാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ മരുന്ന് മേടിക്കാൻ പണമില്ലാത്തൊരു സഹോദരിയുടെ കാര്യം നമ്മൾ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിരുന്നു. അതിൽ 15,000 രൂപ അതിന് നമ്മുടെ സഹോദരൻ അത് ഏറ്റെടുത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സംഘടിപ്പിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ രോഗിക്ക് ശിഫ നൽകുമാറാകട്ടെ. അവരെ മരുന്ന് വാങ്ങിക്കാൻ സഹായിച്ച മുഴുവൻ ആളുകൾക്കും, അത് ആരാണോ അവർക്കെല്ലാം അല്ലാഹു തക്ക പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ സജീവ പ്രവർത്തകരായ സുഹൃത്തിന് ഡയബറ്റീസിന്റെ പ്രശ്നം കൊണ്ട് അല്ലാഹ് കാല് മുറിക്കേണ്ടി വന്നു. ഖലീഫ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല സഹോദരന് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു അത്തരം അസുഖങ്ങളുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു അത്തരം അവസ്ഥകളിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അതിന് പകരം അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ, ക്ഷമ നൽകുമാറാകട്ടെ. എന്താ നമ്മൾ കൊണ്ടുനടക്കുന്ന കാലം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മേത്തുനിന്ന് പോവാന്ന് പറഞ്ഞാൽ, ഒരസുഖത്തെ ബാധിച്ചുകൊണ്ടോ മറ്റോ, അതൊക്കെ വല്ലാത്തൊരു, അല്ലാഹു തആല ഇതിനൊക്കെ ഭയങ്കര കൂലി കൊടുക്കും ക്ഷമിച്ചാൽ ഇൻഷാ അല്ലാഹ്. പരലോകത്തെത്തി ഈ വിഷമങ്ങളുണ്ടായ ആളുകൾക്കുള്ള കൂലി കൊടുക്കുമ്പോൾ മനുഷ്യന്മാർ മുഴുവൻ പറഞ്ഞു പോകുന്ന കുറച്ചാൽ ഒരു 60 കൊല്ലല്ലേ ഞാൻ ജീവിച്ചിട്ടോ, 60 കൊല്ലം ഉള്ള പരീക്ഷണം എന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അത് മതിയായിരുന്നല്ലോ കുറച്ചോനെ, ഇത്രയൊക്കെ കൂലി ഇതിന് കിട്ടുമോ എന്ന് കൊതിച്ചു പോകുന്ന. പിന്നെ നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രസവം എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു പ്രസവം എടുത്തിട്ടുള്ള സഹോദരിമാർക്കെല്ലാം അല്ലാഹു സുഖപ്രസവം നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു നീക്കുമാറാകട്ടെ. അല്ലാഹു സലാമത്തിലാക്കുമാറാകട്ടെ. പിന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് സന്താന ലബ്ധിക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരുപാട് ആൾക്കാർ പലപ്പോഴുമായി പറഞ്ഞതും ഓർമ്മയുള്ളതില്ലാത്തവർക്കെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. സ്വാലിഹായ ഭർത്താവിനെ ലഭിക്കാനും അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ സ്വാലിഹത്തായ ഭാര്യയെ കിട്ടാനൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു അതെല്ലാം അവർക്ക് യോജിച്ച ഇണകളെ റബ്ബ് അടുപ്പിക്കുമാറാകട്ടെ. പിന്നെ ഭാര്യയും മക്കളും സ്വാലിഹാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ സഹോദരൻ അല്ലാഹു തആല അവരുടെ മക്കളെയും ഭാര്യയും സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. കുടുംബത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കുമാറാകട്ടെ. പിന്നെ ഭാര്യ കുടുംബവുമായി മറ്റൊക്കെ വിഷമത്തിലും പ്രയാസത്തിലും വേർപാടിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അതിന് സലാമത്ത് നൽകി അല്ലാഹു പ്രശ്നങ്ങൾ പരിഹരിക്കുമാറാകട്ടെ.